സ്ട്രോബെറി ജ്യൂസുകൾ റീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗീതു ചേച്ചി. അപ്പൊ അത്തരം ആളുകളിലേക്ക് വീണ്ടും വീണ്ടും സ്ഥിരമായി അൾട്രാബെറി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ആൾക്കുണ്ട്. റീറ്റെയിലിംഗ് ഹാബിറ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു മാസം മിനിമം ഒരു 10-20,000 രൂപയിലധികം ഒരു മാസത്തിൽ വരുമാനം റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം കിട്ടിക്കൊണ്ട് ചെയ്ത ജോലിയൊക്കെ മാറ്റിവെച്ച് ഇപ്പൊ ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റു പ്രൊഡക്റ്റുകളും ഒക്കെ റീറ്റെയിലിംഗിലൂടെ നല്ല വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നമ്മുടെ നെയ്യ് ഉപയോഗിക്കുകയും അത് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പുതിയ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. എനിവേ താങ്ക് യു ഗീത ചേച്ചി. നെക്സ്റ്റ് അടുത്ത ആളുകൾ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഹെൽത്ത് പറയാനായിട്ട് ഇങ്ങനെ മടിഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദിവസമാണ്. മനുഷ്യന് ഏറ്റവും ഒരു ഊർജ്ജം കിട്ടുന്ന ദിവസമാണ് ഞായറാഴ്ച, നമ്മൾ റിസൾട്ട് പറയുന്ന ദിവസം. അപ്പൊ ഞാൻ എന്റെ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടോ ഞാൻ കൊടുത്തിട്ടുള്ള റിസൾട്ടുകളൊന്നുമല്ല പറയാനായിട്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ കൊടുത്തിട്ടുള്ള റിസൾട്ട് പറയാനാണ് ഞാനിപ്പോ ഈ സൂമിൽ വന്നിരിക്കുന്നത്. ഈ ശ്വാസമുട്ട് മാത്രമല്ല, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് ശ്വാസമുട്ടും വന്നു. ശ്വാസമുട്ടും വന്നതിന് ശേഷം അദ്ദേഹത്തിന് അതിന്റെ ചികിത്സ കൂടി ആയ സമയത്ത് അദ്ദേഹത്തിന് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹം ചിലപ്പോൾ സൂമിൽ ഉണ്ടായിരിക്കാം. അപ്പോ അദ്ദേഹം പറയാനൊരു മടിയുള്ള ആളാ. അത് വേറെ ഒന്നുമല്ല, ഒരു പാവത്താനാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, അപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ 3 പ്രോബ്ലംസ്, രണ്ടാമത്തെ കണ്ണ് പോകുമെന്ന് എന്നോട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരാശയിലിരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നതും ഈ പ്രോഡക്റ്റ് കൊടുക്കാനും ഉണ്ടായത് ഒരു കാരണം. അങ്ങനെ അദ്ദേഹത്തിനോട് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ മകനെ ഞാൻ അങ്ങേറ്റം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതായത് ഇന്നത്തെ യുവതലമുറ ഒരു കാരണവശാലും രക്ഷപ്പെടുത്താൻ താല്പര്യമില്ലാത്തൊരു കാഴ്ചപ്പാടാണെന്ന് കണ്ടുകൊണ്ട് പോരുന്നത്. നമ്മളെല്ലാവരും വിപണിയിൽ ചെല്ലുമ്പോൾ പിള്ളേർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവൂല. പക്ഷെ അവരത് എന്താ ചെയ്യാ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകൻ ഇത് കേട്ട സമയത്ത് പറഞ്ഞിക്ക, എന്റെ വാപ്പ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുകയെന്നുണ്ടെങ്കിൽ എനിക്കത് സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പൈസ എങ്ങനെയോ ഒപ്പിച്ച് ഉടൻ തന്നെ സാധനം ബുക്ക് ചെയ്ത് മേടിച്ച് ഉപയോഗിച്ച് ഇന്നിപ്പോ 3 മാസവും 4 ദിവസവും ആയിട്ടുണ്ട് ഈ വ്യക്തി ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതിനിടയിൽ അദ്ദേഹം എന്നെ കൊണ്ടൊരു ഹോം മീറ്റിംഗ് വെപ്പിച്ചു അദ്ദേഹത്തിന്റെ പരിസരത്ത് തൊട്ടടുത്ത്. അവിടെയുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു അതിശയമെന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. അദ്ദേഹം ഇതേപോലെ റിക്കവർ ആവുമെന്ന് അവർ വിചാരിച്ചില്ല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്നുമായിട്ട് കാർന്നു തിന്ന് ജീവിതം നശിച്ച് നാരായണക്കല്ലായിട്ടുള്ള വ്യക്തി അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ ഹോം മീറ്റിംഗ് വെച്ച് ഇന്ന് അദ്ദേഹം ജോലി ചെയ്യുന്ന, അദ്ദേഹം മീൻ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് എല്ലാവരും വിളിച്ച് വിവരറിയാറുണ്ട്. ഇങ്ങനെ എന്താണ് ആശ്വാസം ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഇദ്ദേഹം അങ്ങോട്ട് വിളിച്ചിട്ട ആളുകളെ പിന്നീട് പരിചയപ്പെടുന്ന ഒരു അവസ്ഥയും എന്റത് എനിക്കൊരു 60% മാറി. എനിക്ക് നല്ല ആശ്വാസമുണ്ട്. അപ്പൊ അവർക്കത് എന്താണെന്ന് അറിയണം. അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വിപണിയിലുള്ള ആ ഭാഗത്തുള്ള ആളുകൾക്ക് കൂടിയിട്ടൊരു ഹോം മീറ്റിംഗ് എടുത്ത ഞായറാഴ്ച അദ്ദേഹം എന്നിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. 10 മണിക്ക് അങ്ങനെ ആ പരിപാടി. അപ്പൊ അത്രയും ക്രിറ്റിക്കൽ ആയിട്ടുള്ള വ്യക്തികൾ വരെയും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഈ ഇരിക്കുന്നതിനകത്ത് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഇതിനകത്തിരിക്കുന്നത്. നമുക്ക് രാവിലെ തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട് അങ്ങനെ പറഞ്ഞൂടെ, മനസ്സ് തുറന്നുകൊണ്ട്. ഈ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി പ്രത്യേകം വരികയാണ്. ഇത് കേൾക്കുന്ന പുതുതായിട്ടുള്ള ആളുകൾക്കും അവരുടെ രോഗത്തിനൊരു ശമനം കിട്ടുകയാണ് നമ്മളുടെ വാക്കുകൾ കൊണ്ട് മാത്രമായിട്ട്. മനസ്സിലായി. അപ്പൊ പിന്നെ ഇത് ഉപയോഗിച്ചാത്തൊരു ഗുണം. അപ്പോ അത്രയും ക്രിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷങ്ങൾ മുടക്കി ശരീരം ചീത്തയാക്കി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ ഈ മരുന്നല്ലാത്തൊരു ട്രീറ്റ്മെന്റ്, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു സാധനം ഉപയോഗിച്ച് കിട്ടുന്ന റിസൾട്ട് നമുക്ക് പറഞ്ഞൂടെ എന്നാണ് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്നത്. അപ്പോ 3 മാസവും
4 ദിവസം എത്തിയ വ്യക്തി ഇന്ന് രണ്ടാമത്തെ ഹോം മീറ്റിംഗ് വെക്കാൻ വേണ്ടി ക്രിറ്റിക്കലായിട്ട് കിടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞെന്നറിയാൻ വേണ്ട, എന്റെ മോനെ രക്ഷിക്കാൻ പടച്ചവൻ അയച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ സലീമെ എന്ന് പറഞ്ഞുകൊണ്ട് 87 വയസ്സായിട്ടുള്ള തള്ളക്ക് അവരുടെ ഒരു സന്തോഷം കാണുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ സന്തോഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമുക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഇത് പറഞ്ഞൂടെ? അപ്പൊ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് പറയാൻ അനേകം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ച് നിർത്തുന്നു. യെസ് താങ്ക് യു വെരി മച്ച്. യെസ് 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 സലീൽക്ക, വളരെ വളരെ സന്തോഷം. അപ്പൊ ഇത്തരത്തിലുള്ള റിസൾട്ടുകളാണ് നമ്മള് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പൊ സലീമിക്കയൊക്കെ അല്ലെങ്കിൽ ഇത് ചേച്ചിയൊക്കെ ആ ഒരു ഇതിനൊരു ഗ്യാപ്പും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലതവണ പറഞ്ഞിട്ടുള്ള റിസൾട്ടുകളാണെങ്കിൽ പോലും പങ്കുവെക്കുന്നത്. അങ്ങനെ പങ്കുവെക്കലിലൂടെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ മനുഷ്യരിലേക്ക് എത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അവര് പല ആളുകൾക്കും, വേണ്ടപ്പെട്ട കുറെ ആളുകളിലേക്ക് ഇത് പങ്കുവെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കണം. അവർ പബ്ലിക്കായിട്ട് ഇതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും കാരണം അവരുടെ പരിമിതികളുണ്ട്. പക്ഷേ അവരുടെ വേണ്ടപ്പെട്ട അവരുടെ സ്റ്റാഫിലുള്ള പല ആളുകൾക്കും ഇത് റെക്കമെൻഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് കൂടുതൽ കൂടുതൽ ജനകീയമായി മാറാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും വേണ്ട, വരുന്ന ഒരു 2 വർഷത്തിനുള്ളിൽ, 2-3 വർഷത്തിനുള്ളിൽ എല്ലാ മനുഷ്യരിലേക്കും നമ്മുടെ ഈ പ്രൊഡക്റ്റ് എത്തും എന്നുള്ളതാണ്. വളരെ ചുരുക്കം 3.5 ലക്ഷം ആളുകളിലേക്ക് മാത്രമേ, 3 ലക്ഷം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത്തരം ആളുകളിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഒരു വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏകദേശം 5 പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പല ആളുകളും പല വീടുകളിലേക്കും 3ഉം 4ഉം 5ഉം ഒക്കെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിലേറെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു നിലയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം, ഒരു പഞ്ചായത്തിൽ നോക്കിയപ്പോൾ, എൻ്റെ പഞ്ചായത്തിൽ നോക്കിയാൽ വളരെ ചുരുക്കം കുടുംബങ്ങളിലേക്ക് മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ളൂ. നിങ്ങളുടെ പഞ്ചായത്തിൽ നോക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളുടെ തൊട്ടയൽവക്കം നോക്കിയാലും ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് കഴിയണം. അങ്ങനെ കഴിയും. വരുന്ന ഒരു, ഞാൻ പറഞ്ഞ പോലെ 1-2 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. എനിവേ, അടുത്ത വ്യക്തിയിലേക്ക്. ഹലോ, ഹൈ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്, പറയൂ. എൻ്റെ പേര് ഡിൽജ, എൻ്റെ സ്ഥലം ചേലേമ്പ്ര. എന്നെ ഒരു അവസരത്തിലേക്ക് എത്തിച്ചത് ഗിരീഷ് ബാബു സാറാണ്. ഞാൻ ഒരുപാട് തവണ റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ. നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു പ്രചോദനമാണല്ലോ. അപ്പൊ ഞാൻ ഉപയോഗിച്ചത് വെരിക്കോസ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് വെരിക്കോസ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ വെരിക്കോസ് മാത്രമല്ല എനിക്ക് മാറി കിട്ടിയിട്ടുള്ളത്. എനിക്ക് കൈത്തരിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് കാല് വേദന, മുട്ടുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ നല്ലൊരു മാറ്റം കിട്ടി. എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ മകൾക്ക് ഒരു അലർജിന്റെ ഒരു ചുമ ഉണ്ടായിരുന്നു. അതിന് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഭർത്താവിന് ശ്വാസം മുട്ടല്, അതുപോലെ ചെറിയൊരു സ്ട്രോക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് നല്ല മാറ്റം കിട്ടി. അതിലൂടെ തന്നെ എൻ്റെ ഫാമിലിയിൽ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനത് എൻ്റെ സുഹൃത്തുക്കളിലേക്ക് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ഒരു സുഹൃത്തിനെ മൈഗ്രെയിന്റെ തലവേദന കൊണ്ട് ഭയങ്കര പ്രശ്നം അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു. അതിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെരിക്കോസ് അൾസറായി മാറിയിട്ടുള്ള ഒരു സുഹൃത്തിനെ, ഡോക്ടർ വരെ കൈയൊഴിഞ്ഞ വ്യക്തിക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. നന്നായിട്ട് ആ ഒരു വെരിക്കോസ് മാറി കിട്ടി. നന്നായി മുറിവ് ആയിട്ട് ഇങ്ങനെ എന്താണ് ചോരയും ചെലൊക്കെ ഇങ്ങനെ ഒലിച്ച് ഒരവസ്ഥയിലുള്ള സമയത്താണ്, മുറിവ് കണ്ടാൽ തന്നെ പേടിയാവും. അങ്ങനത്തെ ഒരു വെരിക്കോസ് മാറി, പൂർണ്ണമായിട്ടും മാറി. അത്രയും നല്ലൊരു മിറാക്കൽ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഓരോ ആളുകളും ഈ റിസൾട്ട് പറയാൻ മടിക്കാതെ മുന്നോട്ട് വന്നിട്ട് അവനവന് കിട്ടിയ ചെറിയ ചെറിയ റിസൾട്ടുകൾ പങ്കുവെക്കാൻ ഓരോ ആളുകളും മുന്നോട്ട് വരണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഇപ്പൊ അടുത്ത ദിവസം തന്നെ ചീരാമുളക് കൊണ്ട് ഞാനൊരു ചമ്മന്തി പൊടിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിലേക്ക് തെറിച്ചിട്ട് നമ്മുടെ മാഗ്നറ്റൈസ് വാട്ടർ ഉപയോഗിച്ച് കണ്ണ് കഴുകിയപ്പം 10 മിനിറ്റ് കൊണ്ട് ആ പുകച്ചിലും എരിച്ചിലും മാറി. അതൊരു പുതിയൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പല പരീക്ഷണങ്ങളും ഈ ഒരു മാഗ്നറ്റൈസ് വാട്ടർ കൊണ്ട് നമുക്ക് കൊള്ളിക്കഴിഞ്ഞാല് അതിന് നല്ല മാറ്റം. നമ്മൾ ആദ്യമൊക്കെ ആളുകൾ എന്താ ചെയ്യുക, പേസ്റ്റാണ് വരുത്തിക്കുക അല്ലെ.
അല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ടിട്ട് അതിൽ കൈ വെച്ചിട്ട് പിന്നെ കുറെ നേരം എത്ര സമയം വെക്കണം. പക്ഷെ നമ്മുടെ ഈ ഒരു മാഗ്നറ്റ് വാട്ടർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അവിടെ ഒരു പൊള്ളിച്ച് വരിക അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് വരിക അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എത്ര പെട്ടെന്നാണ് സ്കിന്നിനെ ഇത് ഗുണം ചെയ്യുന്ന അറിയോ. അപ്പൊ എല്ലാവരും ഈ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ദിൽജ മാഡം, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ പ്രത്യേകതയെ കുറിച്ച് സൂചിപ്പിച്ചു. വെരിക്കോസ് വെയിനിൽ കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ട്. അപ്പോൾ ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നിങ്ങളുടെ കയ്യിൽ ആ വാട്ടർ എനർജി പാഡ് നമ്മൾ കയ്യിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിയുടെ മൂലക്ക് വെച്ചാൽ ആ റിസൾട്ട് കിട്ടില്ല. അത് ഉപയോഗിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു ബോട്ടിലിൽ ഇതുപോലെ ചുറ്റി വെച്ചിട്ട് ആ വെള്ളം സ്ഥിരമായി കുടിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചില ആളുകൾക്കുള്ള ഒരു ഞാനിത് വാങ്ങിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾ പറയാറുണ്ട്. ഞാൻ അതിന് പറയുന്ന മറുപടി ഇതാണ്: വാങ്ങിച്ചത് കൊണ്ട് മാത്രം ഈ പ്രൊഡക്റ്റിന് റിസൾട്ട് കിട്ടിയ ഒരാളുമില്ല. മറിച്ച് വാങ്ങിച്ചത് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രൊഡക്റ്റിൽ കൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. അത് തന്നെയാണ് എല്ലാവരോടും എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ വാങ്ങിച്ച് അത് ഉപയോഗിച്ച ആളുകൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അടുത്ത ആളിലേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. ഐ എം ഡോക്ടർ രാജു ഫ്രം പത്തനാപുരം. യെസ്, അപ്പൊ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞാൻ ഒരു ചികിത്സയ്ക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു പശുവിനെ വളർത്തി ജീവിക്കുന്നവരാണ്, 4 പശുക്കളുണ്ട്. അപ്പോൾ ആ പുള്ളി ഒരു ഡ്രൈവറായിരുന്നു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഭാര്യയോടൊപ്പം പശുവിനെ വളർത്തി ജീവിക്കാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അയാൾക്ക് നിന്ന് നടക്കാനോ അല്ലെങ്കിൽ കുറച്ചു നേരം നിന്ന് പോച്ച പറിക്കാനോ ഒന്നും പറ്റില്ല. 2 കാലയിലും വെരിക്കോസ്, ഭയങ്കര വെരിക്കോസ്. ഞാൻ കണ്ടതാണ്. പക്ഷെ ഞാനൊന്ന് തടയുമൊക്കെയാണ് ഭയങ്കര, എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ ഇത്രയും വെരിക്കോസ് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് 2 ലക്ഷം രൂപയും സൊസൈറ്റിയിൽ നിന്ന് ഇവിടുന്നും ഒക്കെ എടുത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഇവരുടെ ഭാര്യ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, സിബി എന്ന് പറയും. പുള്ളിക്കാരെ അവരെ അത് യൂസ് ചെയ്തിട്ടുണ്ടെ അവരുടെ നടുവേദനയൊക്കെ ഒരുപാട് മാറി. ഇവരെത്ര പറഞ്ഞിട്ടും ഭർത്താവ് വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണ്ട, ഞാൻ ഓപ്പറേഷന് പൊക്കോളാം എന്ന് പറഞ്ഞു. ആ സംബന്ധ ദൈവദൂതരെ പോലെ ഞാൻ കയറി ചെല്ലുന്നത്. അന്ന് പറഞ്ഞു, സാറേ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാ, ഈ വെരിക്കോസ് വെയിൻ ആകെ കുളവാക്കാനാ, അതുകൊണ്ട് സാറൊന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും ആദ്യമൊന്നും ഞാൻ ഏൽക്കുന്നേ ഇല്ല. പിന്നെ ലാസ്റ്റിൽ അവിടെ സിറ്റ് ഔട്ടിൽ ചെന്നിട്ട് അവരെല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തിട്ട് ഈ ഡെമോ ഒക്കെ കാണിച്ചു. പുള്ളി ഒന്നും മിണ്ടില്ല. കാരണം എന്നോട് എതിര് പറയാൻ പുള്ളിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഇയാൾ ഉപയോഗിക്കും, എനിക്ക് കാശ് പോലും വേണ്ട, ഇയാൾ അങ്ങ് ഉപയോഗിക്കും. എന്നിട്ട് കാരണം എൻ്റെ നല്ലൊരു ക്ഷീരകർഷകയാണ്. അപ്പം തീർച്ചയായിട്ടും അയാൾ അവസാനം അയാൾ വാൾക്കം കേട്ടിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് 6-7 മാസമാണ്, അയാൾ 8 മാസത്തോളമായി. ഞാൻ ഇന്നലെ അവിടെ ചെന്നിട്ടുണ്ടേ. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല സാറേ, വളരെ സന്തോഷത്തോടെ, കുഴപ്പമൊന്നും. ഞാൻ വീണ്ടും ആ കൈ കൊണ്ട് കാലൊന്ന് തടയുമൊക്കെയാണ്. 1-2 മുഴയുണ്ട്, ബാക്കിയെല്ലാം പോയി. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇപ്പം ബുദ്ധിമുട്ട് അന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് പറ, നിങ്ങൾ പറഞ്ഞെങ്കിലല്ലേ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. കാരണം വെരിക്കോസ് വെയിൻ എല്ലാവരും ശല്യപ്പെടുത്തുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്, ഒരുപാട് കാശും ചിലവാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സാറേ നല്ല റിസൾട്ടാണ്. ഇപ്പം എനിക്ക് ആ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് 4 പോത്തുകിടാവിനെ കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഫുൾ ടൈം അത് വർക്ക് ചെയ്യാൻ, എനിക്ക് വേദനയോ പെയിനോ ഒന്നുമില്ല. പക്ഷേ വൈകുന്നേരം ഒരു സ്മോൾ അടി അടിക്കും, അത് ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അതും കൂടെ നിർത്തുക, എങ്കിൽ പെർഫെക്റ്റ് ആവുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പോകാൻ സാധിച്ചു. ഞാൻ ഈ ഇപ്പോഴത്തെ എന്നെ മുമ്പ് പറഞ്ഞ പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്ത്, ഇങ്ങനെ ഈ ടെസ്റ്റ് മണി കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു മോട്ടിവേഷൻ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് വായിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ അത് ശരിയാവും. നിങ്ങൾ തന്നെയാണ്, ഞാൻ ഷർട്ടൊന്നും ഇടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പില്ലപ്പാട് കണ്ടില്ലേ, എനിക്ക് കോവിഡ് സമയത്ത് ഞാൻ വെന്റിലേറ്റർ കേസായിരുന്നു. അത് എല്ലാം ഞാൻ മാറിയില്ല. ഇപ്പം പക്ഷേങ്കിൽ ഈ പില്ലപ്പാട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നല്ല വ്യത്യാസം വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് ഇപ്പോൾ മാറിയ, രാത്രി കിടന്ന ഉടൻ തന്നെ ബെന്നിൻ്റെ അകത്ത് പില്ലോപ്പാട് എടുത്ത് വെക്കും. അതെല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ ശ്വാസകോശം, ലങ്സിൻ്റെ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരങ്കൈമാറ്റസ് സെൽസാണ് അതിൻ്റെ അകത്തുള്ള ലങ്സിൻ്റെ അകത്ത്. തേനീച്ചയുടെ വൻതേനിൻ്റെ പാര കണ്ടിട്ടില്ലേ, അതുപോലുള്ള സെൽസാണ് നമ്മുടെ ലങ്സിൻ്റെ അകത്തുള്ളത്. അതെല്ലാം നമ്മുടെ ശ്വസിക്കുമ്പോൾ നമ്മുടെ ഈ പാരങ്കൈമാറ്റസ് സെൽസ് എല്ലാം എന്ത് ചെയ്യും, നിറഞ്ഞിരിക്കും. അപ്പോൾ ഓക്സിജന് എന്ത് ചെയ്യാൻ പറ്റും,
നല്ല കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ശരിക്കും പമ്പ് ചെയ്യാനായിട്ട് വിഘ്നമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെക്കുമ്പോൾ നമ്മുടെ മൂക്കിക്കൂടും അല്ലെങ്കിൽ കഫമായിട്ടുമൊക്കെ ഒരുപാട് എക്സ്ക്രീഷൻസ് വരും. ഇപ്പോൾ എൻ്റെ എക്സ്ക്രീഷൻസ് എല്ലാം മാറി. പക്ഷേങ്കിൽ നല്ല നല്ല ഉറക്കം കിട്ടും. അതിലെല്ലാം ഉപരി നമുക്ക് ആ ശ്വാസം ശരിക്കും എടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു ഡോക്ടർ രാജു സാർ. വളരെ വളരെ സന്തോഷം. അദ്ദേഹത്തെ ഈ പ്രൊഡക്റ്റിനെ ഇത്രമാത്രം ചില പ്രണയം എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം ഈ പ്രൊഡക്റ്റിനെ അത്രമാത്രം പ്രണയിച്ചുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. മിണ്ടാപ്രാണികളെ പരിചരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് മനുഷ്യരിലേക്ക് ഈ പ്രൊഡക്റ്റ് അദ്ദേഹം ഈ ഒരു സമയം കൊണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാഗ്നറ്റിസത്തെ കുറിച്ച് ഇത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം അദ്ദേഹം നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ പല പ്രോഗ്രാമുകളും സൂമിലൂടെയൊക്കെ മറ്റും കേട്ട സമയത്താണ് എന്നിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പോയത്. എന്നാൽ ഇന്നിപ്പോ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒരുപാട് പ്രൗഡാണ്. ഒരുപാട് മനുഷ്യരിലേക്ക്, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയിലേക്ക് ഉൾപ്പെടെ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജു സാർ. താങ്ക് യു. അദ്ദേഹത്തിന്റെ ഫാമിലി വൈറ്റോറിയം ഫാമിലിയാണ്. മക്കളും വൈഫും എല്ലാം വളരെ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത ആളിലേക്ക്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്റെ പേര് ചന്ദ്രൻ, ചന്ദ്രമാഷ് എന്ന് പറയും. രാജു സാർ. ചന്ദ്രമാഷ് പറയൂ. അപ്പോ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാന് ബാലുശ്ശേരി ഒരു ചെറിയൊരു കുട്ടി, ഒരു 5-6 വയസ്സേ ഉള്ളൂ. അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. കാരണം എന്ന് പറഞ്ഞാല് എവരെ ആരെയും നോക്കില്ല. പിന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്പ്രിങ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇംഗ്ലീഷേ സംസാരിക്കുന്നില്ലാണ് ആ ചെറിയ കുട്ടി. എങ്ങനെയാ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഈ അച്ഛനും അമ്മയും ഉറങ്ങാതെ ഇവനെയും കാത്തിരിക്കാം. 4 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഇവനിങ്ങനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് എങ്ങനെയാണ് ഇതിന് ഒന്നൊരു പരിഹാരം കിട്ടുക എന്നുള്ളത് നിരവധി ഹോസ്പിറ്റലിൽ പോയിട്ട് അത് എന്ത് ചെയ്യുന്നല്ലേ, അതിന് ഒരു പരിഹാരമായില്ല, സൊല്യൂഷൻ കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തെന്നാല് ടിൻസ് ആണ്. മറ്റേ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ ഈ ആൺകുട്ടിക്ക് മാത്രം ബ്രില്യൻ്റ് ആണ്. പക്ഷെ ആരുടെയും മുഖത്ത് നോക്കാതെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിക്ക് അവന്റെ അമ്മായിയപ്പന് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തപ്പോ ഭയങ്കര റിസൾട്ട് ആയിരുന്നു. ആ റിസൾട്ട് കണ്ടപ്പോ എന്നോട് ചോദിക്കാണ് ഇതിലെന്തൊക്കെ മാറ്റം വരുമോന്ന്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു മാറ്റം സംഭവിക്കും, ഒന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് കറക്റ്റ് ആയിട്ട് ആ കുട്ടി കിടന്നുറങ്ങുകയാണെന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടു കൂടിയേ എന്ത് ചെയ്ത് ആ ഫാമിലി നമ്മോടൊപ്പം നിൽക്കുന്നുണ്ടെന്നുള്ള. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തില് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് അത് ഒരു മിറാക്കിൾ തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ്, ദൈവത്തിന്റെ കരസ്പർശമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്ത് ഈ സുപ്രഭാതത്തില് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചന്ദ്രമാഷ്. ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള ഒരുപാട് ആളുകൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയതായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അത്ര അനുഭവം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും താങ്ക് യു ചന്ദ്രമാഷ്. അടുത്ത ആളിലേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റയ്യാനത്ത്, സ്ഥലം കാലിക്കറ്റാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് 2.5 വർഷം കഴിഞ്ഞു. എനിക്ക് 13 വയസ്സിൽ രക്തവാതം വന്നിരുന്നു. ആ രക്തവാതം വന്നതിനാൽ എനിക്ക് ഹാർട്ടിന് പിന്നെ വാൾവിന് ചുരുക്കമായിരുന്നു. അത്
കുറെയൊക്കെ ഈ പെൻഡുറൽ ഇഞ്ചക്ഷന് 10 വർഷം അടിച്ച്, പിന്നെ അത് ഒരു സൈഡ് എഫക്റ്റ് കാരണം ഞാൻ കൊഴിഞ്ഞു വീണുപോയി. പിന്നെ ആ ഇഞ്ചക്ഷൻ എനിക്ക് പറ്റില്ല. അങ്ങനെ പിന്നെ ഹാർട്ടിന് ബലൂൺ സർജറി വേണമെന്ന് പറഞ്ഞ് ബലൂൺ സർജറി കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞ വാൾവ് മാറ്റണം എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ മെഡിസിൻ കഴിച്ചും കൊണ്ട് ഇങ്ങനെ ജീവിച്ച് പോവാൻ. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് മൈഗ്രെയിൻ്റെ തലവേദനക്കാണ്. ഒരു ദിവസം 2-3 ഗുളിക കഴിക്കണം. ഞാനൊരു കട നടത്തുന്ന ഒരാളായിരുന്നു. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ 7 വർഷത്തോളം ഇപ്പം ഞാൻ ആ കട നടത്തി. ആ സമയത്ത് എനിക്ക് രാവിലെ 6 മണിക്ക് ഞാൻ ഷോപ്പ് തുറക്കാൻ പോകണം. ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റിൽ പോയിട്ട് ഫ്രൂട്ട്സ് എടുക്കണം. പിന്നെ നമുക്ക് അത് മാർക്കറ്റിൽ വീണ്ടും ഷോപ്പിലെത്തി അതൊക്കെ ഒരാൾ പണിക്കൊന്നുമില്ല, ഞാൻ തന്നെ ഒറ്റക്കാണ് എല്ലാം കൈകാര്യം ചെയ്യൽ. എന്നുവെച്ചാൽ അത്രയും കടബാധ്യതയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഹസ്ബൻഡ് മരിക്കുമ്പോൾ കുറേ ബാധ്യതകൾ ഇട്ടിട്ടാണ് പോയത്. അപ്പം ഒരാൾക്ക് കൂലി കൊടുക്കുന്ന പൈസ കൂടെ നമുക്ക് കടത്തിലേക്ക് മാറ്റാന്നുള്ളൊരു ചിന്തയിൽ ഒറ്റക്ക് തന്നെ എല്ലാം കഴിച്ച് മുന്നോട്ട് പോണ സമയത്താണ് പിന്നെ ഞാൻ ഈ മൈഗ്രെയിൻ്റെ ട്രൈജിൻ എന്ന് പറഞ്ഞ ഗുളിക നിരന്തരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചും കൊണ്ടാണ് ദിവസം കടയിലേക്ക് തുറക്കാൻ വരുന്നത്. എന്നുവെച്ചാൽ രാവിലെ എണീറ്റാൽ ഛർദിയും ഇതൊക്കെയാണ്, തലവേദന കൊണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഇന്നെ ഈ പ്രൊഡക്റ്റ് സാറ് പരിചയപ്പെടുത്തിയത്. ആ പ്രൊഡക്റ്റ് ഞാൻ ആദ്യം എനിക്ക് വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ലേനു. അങ്ങനെ ഞാൻ ബെസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പാഡും മാത്രം വാങ്ങി അത് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഉപയോഗിച്ച്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു കൈ ബെൽറ്റ് ഈ കയ്യിൽ കെട്ടിയിട്ടു ഈ വെള്ളം കുടിച്ചിട്ടു ഇപ്പം എന്ത് തലവേദന മാറാനാണ്, ഈ ഗുളിക കഴിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഈ തലവേദന, പിന്നെ ഈ ഒരു ബെൽറ്റും ഇതും കെട്ടിയിട്ട് തലവേദന എങ്ങനെ മാറാനാണെന്നൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാലും ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങി കറക്റ്റിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന പൂർണ്ണമായിട്ടും മാറി. അതുപോലെ കുറേ മെഡിസിനൊക്കെ ഞാൻ കഴിച്ചതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റി. അങ്ങനെ പിന്നെ ഞാൻ 9800 ഒരു പ്രൊഡക്റ്റ് വീണ്ടും വാങ്ങി. എൻ്റെ ഉമ്മക്ക് ഈ പെടലി വേദനയാണ്. പിന്നെ അത് യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അജ്മൽ ഡോക്ടർക്ക് കാണിച്ചാൽ 7 പ്രാവശ്യം ഒന്നരാടം ഉയ്യാൻ കൊണ്ടുപോകണം. അതിന് 900 ഉറുപ്പ്യ വേണം ഒരു ദിവസം ഉച്ചിലിന്. തലയണൊന്നും വെക്കാൻ കഴിയില്ല, ഇങ്ങനെ കരിയലാണ്. ആ സമയത്ത് ഞാൻ ഈ 9800 പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉമ്മക്ക് തന്നെ ഉപയോഗിക്കാൻ കൊടുത്തു. ഞാൻ 7 ദിവസം ഉമ്മക്ക് കറക്റ്റായിട്ട് ആ വാട്ടർ റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊടുത്തിട്ടാണ് രാത്രി കിടക്കൽ. 4 ദിവസം കൊണ്ട് നമുക്ക് MRI എടുത്തപ്പോൾ അവിടെ ബ്ലോക്കാണെന്നേ പറഞ്ഞത്. 4 ദിവസം കൊണ്ട് ഉമ്മൻ്റെ ആ പെടലി വേദന മാറി, തലയണൊക്കെ വെക്കാൻ തുടങ്ങി. പിന്നെ 2.5 വർഷമായി പിന്നെ ഇതുവരെ നമുക്ക് ആ ഒരു വേദന വന്നിട്ടില്ല. പിന്നെ നമുക്ക് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എൻഡോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിയത്. പക്ഷെ എന്നാലും ഉമ്മനെ 6 മാസം കൂടുമ്പോൾ മാത്രമേ ഡോക്ടർക്ക് ചെക്കപ്പിന് കൊണ്ടുപോക്കുള്ളൂ. ഇടയിൽ ഒരു അസുഖം വരാതെ. ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വരുത്തുണ്ടായിരുന്നു, നമുക്ക് ഒരു അസുഖവും ഇല്ല. പിന്നെ ഉമ്മ അങ്ങനെ ഈ പ്രൊഡക്റ്റിനാലെ തന്നെ ഇപ്പൊ വീട്ടിലെ 78 വയസ്സായി ഉമ്മക്ക്. വീട്ടിലെല്ലാ ഒരുവിധ ജോലികളൊക്കെ ഉമ്മ ഞങ്ങളെ കൂടെ. ഉമ്മ പറയും ഉമ്മ ഇരുത്തണ്ടങ്ങള്, ഞാനിങ്ങനെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് പറയും. എന്നാലും ഉമ്മ ഒരു ദിവസം ബാത്റൂമിൽ വീണപാട് പിന്നെ തല നല്ലോണം മൊയ്ച്ച് നമ്മളെ ഒരു കുറുമ്പക്കൻ്റെ അതേ ഇതില് തലന്റെ ഈ സൈഡിൽ ഇങ്ങനെ മുഴ വന്ന്. അപ്പൊ ഹോസ്പിറ്റലിൽ രാത്രി 3 മണിക്കായിരുന്നു. അപ്പൊ അമ്മ ബാത്റൂമിൽ കയറുമ്പോ നമ്മള് വാതിൽ കുറ്റിയിടണ്ടെന്ന് പറയൂ. അത് കാരണം അതിനെ കൊണ്ട് നമ്മൾ അറിഞ്ഞതാണ്. അങ്ങനെ ഞാൻ എന്താക്കി, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടോണ്ട, റിസ്റ്റ് ബാൻഡ് എടുത്തിട്ട് തലമേൽ ചുറ്റിട്ട് അത് അച്ഛലുമ്മനെ കൊണ്ടുവന്ന് കെടുത്തി. നേരം വെളുക്കുമ്പോഴത്തേന് ആ മുഴ മാറി, എൻ്റെ വേദനയും മാറി. അത് നമുക്കൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലൊന്നും നമുക്ക് ആ റിസൾട്ട് ഒന്നും കിട്ടൂല. അവരെന്തെങ്കിലും ഒരു വേദനക്കുള്ള ഒരു ഇഞ്ചക്ഷൻ എന്തെങ്കിലും കൊടുത്ത് താൽക്കാലികമായിട്ട് വിടും. പിന്നെ തല വീണ്ടും കുത്തിപ്പറിച്ചിട്ട് എന്തെങ്കിലും രോഗമായി മാറലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാന് പിന്നെ പല പ്രാവശ്യം ഇതിന്റെ റിസൾട്ടൊക്കെ ഞാൻ പറയലുണ്ട്. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വന്ന് പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആവുള്ളൂ. പ്രൊഡക്റ്റ് കൊടുക്കണം, ഇന്ന അസുഖത്തിന് ഇന്ന പ്രൊഡക്റ്റ് കൊടുക്കണം, എന്നാലേ
നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന്. ഞാനിപ്പോ അതുപോലെ തന്നെ എൻ്റെ താത്തൻ്റെ മകൾക്ക് 2 പ്രാവശ്യം കൊറോണ വന്നതാണ്. ആ കൊറോണ വന്ന കാരണം പിന്നെ ന്യൂമോണിയ ആയി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പോ പിന്നെ അത് ഇൻഹിലറായി. ഇൻഹിലർ വലിക്കാതെ അവർക്ക് ഒരു ദിവസം പോലും അവൾക്ക് നിൽക്കാൻ പറ്റൂല. അവള് ഹോസ്പിറ്റലിലെ HR ആണ്. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഞാനിങ്ങനെ നിരന്തരം പറയും. ഹോസ്പിറ്റലായിട്ട് കളിക്കുന്നവർക്ക് ഈ പ്രൊഡക്റ്റിനോട് പറഞ്ഞാൽ അവർക്ക് തീരെ ഒരു ഇത് സ്വീകരിക്കൂല. അത് കാരണം കുറെ പ്രാവശ്യം പറഞ്ഞ് അങ്ങനെ അന്ന് 11,900 ഒരു പ്രൊഡക്റ്റ് വാങ്ങി. ഹസ്ബൻഡിന്റെ ഡിസ്കിന്റെ കംപ്ലൈന്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫാമിലി തന്നെ വാങ്ങിച്ചോളൂ. പിന്നെ ഹസ്ബൻഡിന്റെ ഡിസ്ക് കംപ്ലൈന്റ് മാറി അവള് ഇൻഹിലർ പിന്നെ ഉപയോഗിക്കാതായി. അങ്ങനെ റിസൾട്ട് അതുപോലെ തന്നെ മകന്റെ ഭാര്യക്ക് ബ്രസ്റ്റിന് മുഴയായിരുന്നു. ബ്രസ്റ്റ് മുഴയായിട്ട് ഇനി കീമോ ചെയ്യാന് പറഞ്ഞ ആ സമയത്ത് മാസത്തിൽ 3000 രൂപ ഗുളിക കഴിക്കാൻ പൈസ വേണം. ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാസത്തിൽ 3000 ഉറുപ്പ്യ ഈ ഗുളികക്ക് കൊടുക്കുക. ഈ ഒരു പ്രൊഡക്റ്റിനാണ് നിങ്ങൾക്ക് പൈസ ഇല്ലാത്ത, ഞാൻ ഫ്രീ ആയിട്ട് തരാം, എന്നാലും നിങ്ങൾ ഇത് ഉപയോഗിക്കും. എനിക്ക് നിങ്ങളെ ആ ബ്രസ്റ്റിന്റെ ആ കീമോ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതിന് വേറെ അത് എടുത്ത് കളയാനായിട്ട് പറയല്. അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല, ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കും, ഞാൻ ധൈര്യം പറയാന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് അവള് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് പിന്നെ അത് ടെസ്റ്റ് ചെയ്തപ്പോ അങ്ങനെ ഒരു രോഗേ ഇല്ല. അപ്പൊ അത് എനിക്ക് വളരെ സന്തോഷമാണ്. ആ ഒരു അസുഖമൊക്കെ അങ്ങനെ ഒരു പേരെടുത്ത് പറയുന്ന അസുഖമാണ്. അപ്പൊ അത് മാറിയത് ഭയങ്കര. ഞാൻ അങ്ങനെ കുറെ പ്രൊഡക്റ്റിനെ സെയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ കട വരെ റെന്റിന് കൊടുത്തിട്ട് ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇപ്പൊ ബയോട്ടോറിയത്തിൽ തന്നെയാണ്. ഏത് പ്രോഗ്രാമിലും ഒക്കെ ഞാൻ തന്നെ കാണാൻ സാറങ്ങൾക്കൊക്കെ ഞാൻ എന്തായാലും എൻ്റെ കൂടെ ഈ ബയോട്ടോറിയം മാത്രമേ ഒരു ഡോക്ടർക്ക് ഞാൻ വീട്ടുകാരെ കൊണ്ട് ഒന്നിനും പോയിപ്പിക്കൂല. എന്തോ ആദ്യം ഞാൻ ബയോട്ടോറിയം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഡോക്ടർക്ക് ആരും കൊണ്ടുപോകുള്ളൂ. അതാണ് സാറേ. അതുകൊണ്ട് എല്ലാരും ബയോട്ടോറിയം നെഞ്ചിലേറ്റി ഇത് ഉപയോഗിക്കുക. ഓക്കെ സാർ. താങ്ക് യു. സാറിന് നമ്മളെ കൈകളിൽ എത്തിച്ച ഗിരീഷ് ബാബു സാറിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതാണ് അവർക്കൊക്കെ എല്ലാ നിസ്കാരത്തിലും എൻ്റെ എപ്പോഴും ലോയയിൽ ഞാൻ അവരെ ഉൾപ്പെടുത്തും. താങ്ക് യു. ഇതുപോലെ ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ, നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ ഒരു ഫലം എത്രമാത്രം ഉണ്ടാവും. ഇതുപോലെ പ്രാർത്ഥന കിട്ടിയിട്ടുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിലിരിക്കുന്നതും ഇന്നിപ്പോ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളും. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന കിട്ടാനായിട്ട് ഇപ്പൊ പറഞ്ഞത്, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയാൽ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ അതേ രീതിയിലുള്ള റിസൾട്ടുകളാണ് ഇപ്പൊ മാഡം പങ്കുവച്ചത്. എന്തായാലും താങ്ക് യു. അതേപോലത്തെ റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആളിലേക്ക്. ഗുഡ് മോർണിംഗ് സാർ. യെസ് നൈന മാഡം പറയൂ. സാർ, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ അച്ഛന് 86 വയസ്സുണ്ട്. KMCT ഹോസ്പിറ്റലിൽ നിന്ന് 2 വർഷം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1.5 വർഷമായി നമ്മുടെ ഈ പ്രൊഡക്റ്റ്, ഈ ബയോട്ടോറിയത്തിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഉപയോഗിച്ച സമയത്ത് ചില സമയത്തൊക്കെ അന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു 3 ബ്ലോക്കും കൂടെ ഉണ്ട് എന്ന്. അപ്പം അച്ഛൻ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത്, അതായത് തുടക്കത്തിൽ അച്ഛന് 15 ഗുളികയോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അച്ഛന് 5-6 ഗുളികയിലേക്ക് കുറയ്ക്കാൻ സാധിച്ച് ഇപ്പം 2 ഗുളിക മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം അതിനിടയ്ക്ക് അച്ഛന് ഒരു 4 മാസം മുമ്പ് വീണ്ടും അറ്റാക്കിൻ്റെ ഒരു പ്രോബ്ലം വന്ന്. അപ്പം അച്ഛൻ സ്വന്തമാണ് ഹോസ്പിറ്റലിൽ പോയത്. ഗവൺമെൻറ് ആശുപത്രി താമരശ്ശേരി പോയി. അപ്പം അവിടെ ചെന്ന സമയത്ത് ECG എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം കൂടെ ആളുണ്ടെങ്കിൽ ECG എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ച്. അപ്പം ഞാൻ 1 മണിക്കൂറായിട്ടുണ്ട് അവിടെ എത്താൻ. അപ്പം അതുവരെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ എത്തിയപ്പോഴും അവിടെ തിരക്കാണ്. വീണ്ടും ഞങ്ങൾ പുറത്ത് അത്രയും ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ECG എടുക്കുന്നത്. ECG എടുത്ത് ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പെട്ടെന്ന് ഇങ്ങോട്ട് അച്ഛനും കൊണ്ട്, അതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അച്ഛൻ അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ECG നോക്കിയിട്ട് പറഞ്ഞു അതിൽ വേരിയേഷൻ ഉണ്ടാവാം. അപ്പോൾ സാറ് പറഞ്ഞു
ഇത് മേജർ അറ്റാക്കാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റേഴ്സൊക്കെ വന്ന് വേഗം അച്ഛനെ ബെഡിലേക്ക് കിടത്തി. ഡോക്ടർ അങ്ങോട്ട് വന്ന് ഇവർ ഭയങ്കര വെപ്രാളായിട്ട് കളിക്കുകയാണ് ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പം ഡോക്ടർ അവിടെ നിന്ന് തന്നെ അവര് ഹോസ്പിറ്റലുകാർ തന്നെ ആംബുലൻസ് ബുക്ക് ചെയ്ത്. അപ്പോൾ ആംബുലൻസ് ബുക്ക് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ആളുകളും അച്ഛൻ്റെ വട്ടം കൂടി. അപ്പൊ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് അച്ഛൻ ഇരുന്ന സമയത്ത് സിസ്റ്റർ കണ്ടിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു ഇരിക്കാൻ പാടില്ല, കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആംബുലൻസ് വരുന്നതിന്റെ മുമ്പ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം എന്നല്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരെ വരാന്തയിലേക്ക് അച്ഛനെ ഇരുത്താം എന്ന് വിചാരിച്ച് ഞാൻ വീൽ ചെയർ കൊണ്ടുവന്ന് ഇരുത്താൻ നോക്കിയപ്പോൾ സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞ് ഇരുത്താൻ പറ്റൂല, കിടത്തി തന്നെ കൊണ്ടുപോകണം, അതുകൊണ്ട് ആംബുലൻസ് വന്നിട്ട് സ്ട്രെച്ചറിൽ കിടത്തിയിട്ടേ വണ്ടിയിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇത് പെട്ടെന്ന് ആംബുലൻസ്, അപ്പം സിസ്റ്റേഴ്സ് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ആംബുലൻസ് ആയിരുന്നു. അങ്ങനെ അതിനകത്ത് കയറ്റി അച്ഛൻ പിന്നെ ചിരിക്കുകയാണ് അതിനകത്ത് കയറിയ സമയത്തും. അപ്പം ഈ ഒരു റിസ്റ്റ് ബാൻഡ് അച്ഛൻ്റെ കയ്യിലുള്ള ആ ഒരു ധൈര്യം എനിക്കും ഉണ്ട്. അപ്പൊ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറൊരു ചേച്ചീനെ വിളിക്കുന്നേ, തനിച്ച് പോവണ്ട, കോളേജിലേക്കല്ലേ. അപ്പൊ മേജർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ആംബുലൻസിൽ ഒരാളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലായിട്ട് ഒരു ജീപ്പിന് ആള് അവിടെ നമ്മൾ എത്തുന്ന മുമ്പായിട്ട് അവിടെ എത്തിയിരിക്കും. അപ്പൊ അത്രയ്ക്ക് ഒരു സീരിയസ് കണ്ടീഷനാണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ, അപ്പം ചേച്ചി തന്നെ അതിനിടയ്ക്ക് വേറൊരു ചേച്ചി അറിയാതെ വിളിച്ചതാണ്. വിളിച്ച സമയത്ത് ആംബുലൻസിൽ ഇതിങ്ങനെ സൈറൺ മുഴക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് അവള് ചോദിച്ചു, അങ്ങനെ ആംബുലൻസിന്റെ സൗണ്ട് ആണല്ലോ കേൾക്കുന്നത്, നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും അച്ഛനും ടൂറ് പോകുകയെന്ന് പറഞ്ഞു. അത് കേട്ട് ആ നേഴ്സിന് ഭയങ്കര ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞ നേഴ്സിനോട് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ല ആംബുലൻസ് കയറിയിട്ട് രണ്ടുപേരിങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവുക എന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് പെട്ടെന്ന് തന്നെ അവര് ECG ഒക്കെ എടുത്ത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാർഡിയോളജി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ OP പോയി കാർഡിയോളജി ഡോക്ടറെ കാണിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അവിടുന്ന് നടന്നിട്ടാണ് ഉച്ചയായപ്പോഴത്തേക്ക് അവിടുന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച് നല്ല സുഖമായിട്ട് ഞങ്ങള് ബസ് കയറി തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വീട്ടിലെത്തി ഞങ്ങള് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങള് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയ സമയത്ത് എൻ്റെ കൈയിൻ്റെ മുകളിൽ റിസ്റ്റ് ബാൻഡ്, അച്ഛൻ്റെ കൈയിൻ്റെ മുകളിൽ റിസ്റ്റ് ബാൻഡ്, ചേച്ചിയുടെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് കണ്ടിട്ട് ഡോക്ടർ പ്രൊഫസറോട് പറഞ്ഞു ഇവരുടെ ശരീരത്തിൽ മൊത്തം മാഗ്നറ്റ് ആണെന്ന്. അങ്ങനെ അവിടെ അച്ഛനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഞങ്ങൾക്ക് ഇൻഷുറൻസിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റ് ആക്കി. അപ്പൊ ആ സമയത്ത് അവിടെ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളുകളൊക്കെ വീണ്ടും ബ്ലോക്ക് ഉണ്ടായിട്ട് ഡേറ്റ് എടുക്കാൻ വന്ന ആളുകളാണ്. അപ്പൊ അച്ഛൻ അവിടുന്ന് ആ ഒരാഴ്ച ഞങ്ങൾ നിന്ന് ഈ പ്രൊഡക്റ്റ് ഒക്കെ ആ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്, പില്ലോ പാഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അച്ഛന് ഈ ഒരു ഉണ്ടായിരുന്ന ആ 3 ബ്ലോക്കുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞ് നിങ്ങളെ കയ്യെ കെട്ടിയിരിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതാണ്, ഇത് കയ്യിൽ നിന്ന് അഴിച്ചേക്കരുത്, രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും കയ്യിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ തിരിച്ചയച്ചത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു നയന മാഡം. 86 വയസ്സുള്ള അച്ഛനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഒരു വളരെ പ്രൗഡാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. മാഡം അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ആണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതും കുടുംബവും അങ്ങനെ തന്നെയാണ്. ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി കഴിയുക, ഒരു മാനസികാവസ്ഥ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, നമ്മളൊരു പോസിറ്റീവായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് ധരിക്കാൻ വേണ്ടി ഉള്ള പ്രാപ്തിയിലേക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ്, അത്രയും ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയുമ്പോൾ, ആ ഡോക്ടേഴ്സ് ഉൾപ്പെടെ അത് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, പല ഡോക്ടർമാരും വളരെ പുച്ഛിക്കുന്ന അതാണ് നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് പല ആളുകളും പുച്ഛിക്കും. പക്ഷെ ആളുകൾ അത് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ഞാൻ മുന്നേ തുടങ്ങിയ സമയത്ത് പറഞ്ഞു എല്ലാ മനുഷ്യരിലേക്കും ഈ പ്രൊഡക്റ്റ് എത്തുന്ന കാലം വിദൂരമല്ല. അങ്ങനെ നൈന മാഡത്തിലൂടെ 86 വയസ്സുള്ള അച്ഛനാണെന്ന് ഓർക്കണം. 86 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് 86 വയസ്സുകാരൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് നമുക്കറിയാം. അപ്പൊ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ മനസ്സിലാക്കുക അടുത്ത ആളിലേക്ക്. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്. യെസ് പറയൂ.
ഞാൻ ഗോൾഡമല്ലാണ്, എടപ്പള്ളിയാണ് വീട്. എനിക്ക് തൈറോയ്ഡ് നോർമലായി. അതുകൂടാതെ വൈറ്റമിൻ ഡി 13.5 ആയിരുന്നു. അതിപ്പോ 40ഓളം ആയിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കൈക്ക് ട്രിഗിൾ തമ്പ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നായിരുന്നു. കൈയുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ഓർത്തോയുടെ ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ കൈ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് തന്നിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ഒരു 3 ദിവസത്തിനുള്ളിൽ എൻ്റെ കൈക്ക് റിസൾട്ട് കിട്ടി, വേദന മാറി. പിന്നീട് ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോ സർജറി ഒഴിവായി കിട്ടിയായിരുന്നു. അപ്പൊ അത്രത്തോളം ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. ഇന്ന് എനിക്ക് എല്ലാവരുടെയും ഒരു ശ്രദ്ധയിൽ പെടുത്താനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഒരു 44 വയസ്സോളം ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അവർക്ക് നടുവേദനയായിരുന്നു. കുറെ നാളുകളായിട്ട് നടുവേദനയുണ്ട്. ഞാൻ ഒരു വർഷത്തിന് മുമ്പ് കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവരെ വയറ് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഒരു വർഷം കഴിഞ്ഞായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് വയറ് വലുതായിക്കൊണ്ടിരിക്കണ കാരണം ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോ MRI സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. MRI സ്കാനിങ് എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കിഡ്നി ഡാമേജ് ആയിട്ടുണ്ട്, പിന്നെ ലിവറിന് പഴുപ്പായിട്ടുണ്ട്, ഷുഗർ കൂടുതലാണ്, അതുപോലെ ബ്ലഡ് ടെസ്റ്റിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു നടുവേദന എപ്പോഴും ഉള്ളതിന്റെ പേരില് പിന്നെ അതുപോലെ ആളൊരു ഷോപ്പിൽ ജോലിക്ക് പോകണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ എറണാകുളത്ത് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വെയിറ്റ് ഉള്ള തുണി ഇതൊക്കെ എടുക്കുന്നതിന്റെ പേരിൽ വേദന കൂടുതലായിരിക്കും. അപ്പൊ വേദന കുറയാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള മെഡിസിൻ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു ഈ ലേഡി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു എത്ര നാളായി ഗുളിക കഴിക്കണേന്ന് വെച്ചപ്പോ പറഞ്ഞ് ഏകദേശം ഒരു വർഷത്തില് മേലെയായി മെഡിക്കൽ ഷോപ്പിലെ ഗുളിക മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് കിഡ്നി ഡാമേജ് ആയി, ഇപ്പൊ ലിവറിന് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വയറ് ഒരു 7 മാസത്തോളായിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തി. ഇപ്പൊ MRI സ്കാനിങ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രസ്റ്റിന് താഴെ ഒരു മുറിവ് ചെറുതായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ മുറിവിൽ കൂടി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ചുറ്റും നമുക്കിപ്പോ എല്ലാവർക്കും അറിയുന്ന കേരളം ഒന്നാമതാണ് സാക്ഷരത നേടിയിട്ടുള്ളൊരു നാട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അറിവില്ലായ്മ പിന്നെ സാമ്പത്തികം നോക്കിയിട്ടും താൽക്കാലികമായിട്ടൊരു സൊല്യൂഷൻ നോക്കിയിട്ടും ഒരുപാട് ആളുകൾ മെഡിക്കൽ ഷോപ്പിനെ സമീപിക്കാറുണ്ട്. നമുക്കറിയാവുന്ന ആളുകളിലോട്ട് ഈ വിവരങ്ങൾ ഷെയർ ചെയ്യുക. താൽക്കാലികമായിട്ട് ഉള്ള മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നമ്മളുടെ ഓരോ അവയവങ്ങളാണ് ഡാമേജ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതും കൂടി എല്ലാവരും ഈ ബയോടെറിയം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു വിവരം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ സാറേ, താങ്ക് യു. താങ്ക് യു. വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പെയിൻ കില്ലറുകൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കും ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ മദ്യക്കുപ്പികളുടെ മുകളിൽ ലേബൽ വധിച്ചിട്ടുണ്ടാവും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ആ സിഗരറ്റ് വലിച്ചാൽ അതിന്റെ നമ്മുടെ കരൾ നശിച്ചു പോകുന്നതിന്റെ പടം ഉൾപ്പെടെ അതിനകത്തുണ്ട്. പക്ഷെ അത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലത്തെ ഘട്ടങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് ചിന്തിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച മെഡിസിൻ കൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത അവസ്ഥയിലേക്ക് പല ആളുകളും മാറുന്നു എന്നുള്ളതാണ്. അത്തരക്കാരിലേക്ക് നമുക്ക് അവരെ ബോധവൽക്കരിക്കാനായിട്ടും നമുക്ക് കഴിയും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കൂടി നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അടുത്ത ആളിലേക്ക്. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് പ്രേമ. ഞാൻ പൊക്കുന്ന് സ്വദേശിയാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് 2-2.5 കൊല്ലമായി ഉപയോഗിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു പുതിയ എന്റെ റിസൾട്ട് ഞാൻ കുറെ പറഞ്ഞതാണ്, BOP-യിലും അല്ലാണ്ട് ഈ പിന്നെ സൂമിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പുതിയ റിസൾട്ട് വന്നപ്പോ 2-3 ആഴ്ചയായി റിസൾട്ട് വന്നിട്ട് അത് പറയണ്ടേന്ന് ആരും പറയാത്തൊരു റിസൾട്ടാ.
അപ്പൊ എനിക്കൊരു മടി ഇത് പറയാ. അപ്പൊ ഇന്ന് എല്ലാരും പറയണം, അപ്പൊ ഞാനിത് അവതരിപ്പിക്കാന്ന് വിചാരിച്ച്. ഞാന് ഒരു ഞായറാഴ്ച ദിവസം കുളിയൊക്കെ കഴിഞ്ഞ് റിസ്റ്റ് ബാൻഡ് അങ്ങനെ കൈമ കെട്ടല് എല്ലാ പണിയും കഴിഞ്ഞിട്ടാ. അന്ന് ദിവസം നേരത്തെ എടുത്ത് ഞാൻ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടി. ഞാൻ വീടിന്റെ മുറ്റത്തിന്റെ സൈഡിൽ കുറച്ച് ചണ്ടികളൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് അടിക്കാൻ വിചാരിച്ചു. ചൂല സമയത്ത് എന്റെ നൈറ്റിന്റെ ഉള്ളിൽ കൂടെ ഞാൻ വിചാരിച്ചു പാമ്പാണ് എന്നെ കടിച്ചതെന്ന്. അത്രയും ഭയങ്കര ഒരു കടച്ചില്. അപ്പൊ കടച്ചിൽ കഴിഞ്ഞപ്പോ കണ്ടപ്പോ ഞാൻ ഈ റിസ്റ്റ് ബാൻഡ് ഇട്ട് മറ്റേ കൈമിലേക്ക് നല്ലോണം എടുത്ത് കൈമിൽ നിന്ന് വലത്തെ കൈമിലേക്ക് കെട്ടി ഞാനിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഉറക്കാ കരഞ്ഞ് ഇനി എന്തോ കടിച്ചിരിക്കുന്നു നോക്കണേരോ ഉറുമ്പാണെന്ന് വിചാരിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോ ഈ വേദന കുറഞ്ഞു വരുന്നു. അപ്പൊ നോക്കണേരോ എല്ലാരും പറഞ്ഞു എന്താ കടിച്ചത് നോക്ക്, സാധനത്തിനെ കണ്ടില്ലല്ലോ, എന്താ നോക്ക് പറഞ്ഞു. അപ്പൊ കടച്ചില് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഉറുമ്പ് വയ്ക്കുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എന്റെ അരിപ്പ് പോലെ നൈറ്റിന്റെ ഒന്ന് നോക്കുമ്പോ ഒരു നിങ്ങളെ നാട്ടിലെ പറയുന്നതായിരിക്കല്ലേ പിന്നെ കാച്ചിലാട്ടെന്നാ ഞങ്ങൾ പറയാ, ചിലര് പറയും കരിങ്കണ്ണി എന്നാ പറയാ. അപ്പൊ അതിന് ഞാൻ കണ്ടപ്പോ ഫുള്ള് നീല കളറായി ഒരു സാധനം. അങ്ങനെ ഞാൻ ഓടിപ്പോയി അത് തട്ടി ഒഴിവാക്കി. എല്ലാരും പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളി, ഇത് മൂർത്താവ് വരെ കീറുന്ന വിഷമുള്ള ഒരു സാധനമാണ്, ഇതൊക്കെ ഇപ്പൊ ഭയങ്കര വിഷം, പണ്ടത്തെ പോലെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കടച്ചിൽ കുറഞ്ഞു വരുന്നുണ്ട്, അത് വിഷമുള്ളതാണ്, ഇത് ഇങ്ങനെ ബയോട്ടോറിയത്തിൽ ഒന്നും ഒതുങ്ങണ സാധനമല്ല കേട്ടോ, അത് ബയോട്ടോറിയം വെച്ച് കിടന്നിട്ട് ഇത് കാര്യമില്ല, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നല്ലതെന്ന് എല്ലാവരും വന്നോലൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കൂടുകയാണെങ്കിൽ പോകാം, കുറഞ്ഞു വരികയാണല്ലോ ചെയ്യുന്നത്, എന്റെ നടുപ്പറ അതിനെ കൊണ്ട് കുത്തിയ സ്ഥലം എനിക്കിട്ട് കാണുന്നില്ല. അങ്ങനെ എല്ലാവരെ കൊണ്ട് നോക്കിയപ്പോൾ പറഞ്ഞു അവിടെ ചുവപ്പ് കളറും ഉണ്ട് നീല കളറും ഉണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് വിഷം എന്തായാലും നിങ്ങളെ ഉള്ളിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മഞ്ഞൾ കൊണ്ടുവന്ന് അരയ്ക്കാന്നൊക്കെ പറഞ്ഞു. മഞ്ഞളൊക്കെ കൊണ്ടുവരുന്നല്ലോ. ഞാൻ പറഞ്ഞു മഞ്ഞളൊന്നും വേണ്ട, അപ്പൊ കടച്ചിലില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഞാൻ റിസ്റ്റ് ബാൻഡ് അയച്ചു വെക്കാ വിചാരിച്ച് നോക്കണേരാ റിസ്റ്റ് ബാൻഡ് ഇങ്ങോട്ട് അയക്കുമ്പോൾ സൗണ്ട് പോയി, ബ്രേക്ക് ആയി പോയല്ല പ്രേമ മാഡം, കേൾക്കുന്നില്ല മാഡം. വിശ്വസിക്കുന്നു പറഞ്ഞാലും കൂടി എനിക്ക് ഒരു സംശയമായിപ്പോയി. അങ്ങനെ ഹലോ കേൾക്കുന്നില്ല? പറഞ്ഞോളൂ ഇടക്ക് ബ്രേക്ക് ആയിട്ട് പോയി. അപ്പൊ പിന്നെ ഞാൻ ഈ പിന്നെ വാട്ടർ എനർജി പേര് ഉള്ള വെള്ളം എന്റെ മകനെ ഞാൻ പറയും നിങ്ങളൊരു കിണറിലെ വെള്ളം മുക്കി കുടിച്ചാൽ പോരെ, പിന്നെ എന്തിനാ ഈ വാട്ടർ എനർജി പേരിലെ വെള്ളമൊക്കെ കുടിക്കുന്ന, അതിൽ നിങ്ങൾ ഒന്നും ഇടുന്നില്ലല്ലോ, ഇത് വെറും പച്ചവെള്ളല്ലേ. അപ്പൊ ഞാൻ പറയും ഇത് മാഗ്നറ്റിക് പവർ വെള്ളമാണ്, ഔഷധ ഗുണമുള്ള വാട്ടർ ഒക്കെ പറഞ്ഞാലും ഇവൻ വിശ്വസിക്കില്ല. അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ വെള്ളം എങ്ങനെ ഞാൻ കുടിക്കുന്ന കണ്ടിട്ട് ഇത് ഈ സംഭവം ഇവൻ കണ്ടല്ലോ, ഈ കുത്തിയിട്ട് ഈ വിഷം വന്നത് അതില്ലാതെ പോയത് ഇവൻ കണ്ടു. അപ്പം ഈ വെള്ളം കുടിച്ചപ്പോ ഇന്നലെ രാത്രി എന്നോട് വന്ന് പറയും എന്റെ മൂത്രം വയ്ക്കുമ്പോ ഒരു പതപതയായിട്ട് പോവും, ആണ് ഒരു കടുത്ത കളറാണ്, ക്ലിയർ ഇല്ല മൂത്രത്തിന്, നിങ്ങളെ വെള്ളം അറിയണേ ഭയങ്കര ആട്ടോ, ഇത് ഞാൻ കുടിച്ചിട്ട് അധികം കുടിച്ചിട്ടില്ല, കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്റെ മൂത്രം ഇപ്പൊ നല്ല നേർന്ന് നല്ല കളർ സാധാ പച്ച വെള്ളം പോലത്തെ കളറായി കിട്ടിക്കണേ, ഇത് സാധനം ഗംഭീരാണ് കേട്ടോ ഇന്നലെ രാത്രി വന്ന് പറഞ്ഞു. ഇത് പിന്നെ അത് കൂടാതെ ഞാൻ ഒരു 85 വയസ്സുള്ള താമരശ്ശേരി എസ്റ്റേറ്റിലെ ഒരു മുതലാളി, അയാൾക്ക് ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്തു. അയാൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു വടി കുത്തി നടക്കുന്ന ഒരു എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബയോട്ടോറിയം ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ചെങ്കിൽ ഈ വടിയൊക്കെ ഒന്ന് ഒഴിവാക്കാം, ഈ പിന്നെ വാക്കർ ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യം വരില്ല. അപ്പൊ അയാൾ എനിക്ക് 55-56 വയസ്സായി, ഈ വാക്കർ അല്ലാണ്ട് എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല, ഈ വാക്കർ ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. ഞാൻ വേണ്ട നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി, വാക്കർ വേണോ വേണ്ടതിന് മുമ്പ് പിന്നെ ആലോചിക്കാൻ. അങ്ങനെ ഇയാളിത് വാങ്ങിച്ചു, എന്റെ അഭിപ്രായത്തിന്റെ വാക്കിൽ വാങ്ങിച്ച് ഇയാളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അയാൾ കാറ് ഓട്ടുന്ന ആളാണ്, പക്ഷെ കാറിലേക്ക് കാല് എടുത്ത് വെക്കണം, ഒരാൾ എടുത്ത് കാല് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കണം, എന്നെങ്കിലേ കാറിലേക്ക് കയറാൻ പറ്റും. ഇന്നലെ ഇപ്പൊ ഇന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് കാലിപ്പോ ആരും എടുത്ത് വെക്കണ്ട, കാല് ഞാൻ തന്നെ എടുത്ത് കാറിലേക്ക് വെക്കാൻ തുടങ്ങിക്കിന്, വാക്കറ് ഞാൻ ഒഴിവാക്കിക്കിന്, വടിയും മുട്ടുവടിയൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ അതിന്റെ പണി ഒരു ജോലിക്കാർക്ക് മാത്രമേ ആ വീട്ടിലുള്ളൂ, വേറെ ആരും ഇല്ല. അപ്പം ജോലിക്കാർക്കോട് ഞാൻ പറഞ്ഞു ഇയാൾ വലിയ പൈസ ഉള്ള ആളാണ്, നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങളല്ല ഇയാളെ നോക്കാനുള്ള ആള്, അപ്പൊ നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിലല്ലേ ഇയാൾക്ക് ഒരു ആളെ വിട്ടുള്ളൂ, ഭാര്യയൊന്നും അവിടെ ഇല്ല. അപ്പൊ മക്കളൊക്കെ ഡോക്ടർമാരൊക്കെ ഓരൊക്കെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഗുജറാത്തിലൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉപയോഗിച്ചു. അപ്പൊ
ഓല് വിളിച്ചിന്നെ പറഞ്ഞു ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, ഒരു അസുഖക്കാരിയാണ്, അതിനെ കണ്ടാൽ തന്നെ അറിയാം ഒരു അസുഖക്കാരിയാണ്. സത്യാട്ടൊക്കെ വന്നിങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കുക, സത്യാട്ടം കണ്ടിട്ടുണ്ടാവും ഒരു എല്ലാ അവസ്ഥയും. അപ്പൊ അവര് സുന്ദരി അയക്കിന്, ഞാൻ നല്ല സുന്ദരി അയക്കിന്, എന്റെ അസുഖമൊക്കെ മാറിക്കിന്. പിന്നെ ഈ അടുത്ത് ഈ മുതലാളി കോഴിക്കോട് പോയിട്ടുണ്ട്, അവരെ മരുമകൻ ഡോക്ടർ കോട്ടയത്ത്. അപ്പൊ മരുമകൻ ചോദിച്ചും പോലെ ഇതെന്താ ഇപ്പൊ കാലൊക്കെ ഉഷാറായിട്ടാണല്ലോ നിങ്ങൾ വന്നത്. അപ്പൊ ഈ ഡോക്ടർ നമ്പർ ഒന്ന് മേടിച്ച് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് അയാൾ നടക്കാവിലുണ്ട്, കോട്ടയത്ത് നിന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൊണ്ട് നിശ്ചയം ആകുമ്പോഴത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് കോട്ടയത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടി ഉണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോ ഇതിൽ കൂടെ മുന്നോട്ട് എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട്, പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ചെറിയ വരുമാനം വന്ന് ചെറിയല്ല കുറച്ച് വരുമാനമൊക്കെ എനിക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കൂടുതൽ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞപ്പോ പുതിയൊരു റിസൾട്ട് വന്നതിനെ കൊണ്ടാണ് ഇപ്പൊ ഇതിൽ കയറിയത്. 2-3 ആഴ്ച മനസ്സിൽ ഇങ്ങനെ തിങ്ങിക്കളിക്കും, പറയാൻ കഴിയായിട്ട് പറയണോ പറയണേ. ഈ റിസൾട്ട് ആരെയും അംഗീകരിക്കോന്നല്ല എനിക്കൊരു ഭയയിലും. ഇപ്പൊ എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമാധാനമായി. പിന്നെ ഇതിൽ വന്ന എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്ന ആളെന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ദൈവദൂതൻ തന്നെ പറയുന്നില്ല അതായിരിക്കും. പിന്നെ ഞാൻ സത്യേട്ടനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യേട്ടനും ഭാവിതാമയായിട്ടും സിന്ധുമയായിട്ടും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. അതിൽ കൂടി അപ്പൊ ഞാൻ മുന്നോട്ട് പോണേ. തന്ന ആളതുവരെ ഞാൻ കണ്ടിട്ടില്ല. അയാളൊരു അറ്റാക്കുള്ള രോഗി, ഇനി അറ്റാക്ക് ആയി പോയോന്ന് അതും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അയാൾ നല്ല പൈസ സമ്പാദിച്ച് ഇതിലൂടെ കാറൊക്കെ എടുത്തിട്ടാണ് എന്റെ വീട്ടിൽ വന്നതും എനിക്ക് പ്രൊഡക്റ്റ് തന്നതും ഒക്കെ. അതൊക്കെ ഇതാണ്. അതിനോട് എല്ലാ ഇതിൽ സൂമിലുള്ള എല്ലാവരോടും ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഏറ്റവും നല്ലോണം ബോധ്യപ്പെട്ട് ഇത് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാല് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടും. അത് പറയുമ്പോ ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് എല്ലാവരും ഇതിനെ പിന്നോട്ട് വെക്കുക ചെയ്യുന്നത്. പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോ ഇതിന്റെ ഗുണം ഫലവും ഒക്കെ മനസ്സിലാവുള്ളൂ, അതിൽ കൂടെയുള്ള വരുമാനം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. ഇതിലുള്ള എല്ലാവർക്കും വലിയൊരു കുട്ടോണിയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ചെറിയ രൂപത്തിൽ നിർത്തുകയാണ്. ഞാൻ വലിയ രൂപത്തിൽ പറയുന്ന ആളാണ്. ഹലോ അഭിലാഷ് സാർ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഹലോ, നമ്മുടെ പ്രേമ ഇപ്പൊ പറഞ്ഞ ടെസ്റ്റ് മണിയുണ്ട്. അതില് നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പേപ്പട്ടി കടിക്കുക, പാമ്പ് കടിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് 100% ഇതിനെ റിലേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് അഡ്വൈസ് ചെയ്യരുത്. കാരണം ദാറ്റ് ഈസ് സെൻട്രലി ഡിഫറെൻറ്റ് ചാപ്റ്ററാണ്. പേവേഷമായിട്ട് ഒരു പട്ടി നമ്മൾ ഓടിപ്പോയി, നമ്മളൊരു പേപ്പട്ടി കടിച്ചു, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു കുട്ടിയെ ഒരു പേപ്പട്ടി കടിക്കുന്നു, നമ്മുടെ ബാൻഡ് കെട്ടിക്കൊടുക്കുക, നമ്മുടെ വെള്ളം കുടിക്കുക, അതൊന്നും നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിൽ മാത്രം നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണമെന്നൊന്നും പറഞ്ഞു കളയല്ല, അതൊക്കെ വലിയ ശല്യം ഉണ്ടാക്കും. തീർച്ചയായിട്ടും അതും ഇതുമായിട്ട് എൻ്റെ ഡിഫറെൻറ്റ് ചാപ്റ്ററാണ്, ഡിഫറെൻറ്റ് ആക്ഷനാണ്. അതുപോലെ തന്നെ പാമ്പ് കടിയെ ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷം കാണത്തില്ല, അതുകൊണ്ട് രക്ഷപ്പെടും, അത് തീർച്ചയാണ്. അല്ലെങ്കിൽ പാമ്പിന് ഇഴജീ ജന്തുക്കൾ തന്നെ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് വെള്ളം കൊണ്ട് ഡോക്ടർ അത് കൃത്യമായ രീതിയിൽ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയാവുന്ന ഒരാൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ ഇഞ്ചക്ഷൻ എടുക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര കോൺഫിഡൻസ് ഇതിനകത്ത് കാണിച്ചാലും ചെറുതായിട്ടുള്ള ഒരു പോറൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കത് സുഖപ്പെട്ടു, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. സാറേ, അതിനെക്കൊണ്ട് എനിക്കത് സുഖപ്പെട്ടു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സ്ഥലം മൂവാറ്റുപുഴ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാനാണ്. എല്ലാ ടെസ്റ്റ് മണി ഐ എം റിയലി ഹാപ്പി, കാരണം കൃത്യമാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ പാമ്പ് കടി പോലെയുള്ള സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ അത് അഴിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്, അതല്ലേ ബെറ്റർ? കാരണം അപ്പൊ അവിടെ ബ്ലഡ് സർക്കുലേഷന്റെ ഇത് വരാൻ, അതല്ലേ സാർ ഡോക്ടർ സാർ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞപ്പോ നന്നായി. പാമ്പ് കടി ഏറ്റി കഴിഞ്ഞാല് നിങ്ങൾ ഒരു കാരണവശാലും ഈ ബാൻഡ് കെട്ടിക്കൊടുത്തിട്ട് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ലെന്ന് ആ കസ്റ്റമറോട് പറയരുത്. കാരണം ഇത്രയും വേഗം പാമ്പ് കടി ഏറ്റി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള ആന്റിവെനം കിട്ടുന്ന ആ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ പാമ്പ് കടി ഏറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും കഴുകാം.
സോപ്പ് വെള്ളം ഇട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് വാട്ടറോ ഇട്ടോ കഴുകാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്ര അണുക്കളങ്ങ് പോവും, അല്ലെങ്കിൽ അത്ര വിഷാംശം നിർജ്ജീവം ചെയ്തങ്ങ് പോവും. അതുപോലെ പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഊണ്ട് നല്ലപോലെ ഞെക്കി കഴുകിയിട്ട് റണ്ണിങ് വാട്ടറിൽ ഞെക്കി കഴുകി ബാർ സോപ്പ് ഇട്ട് തന്നെ കഴുകി കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ ലോഡ് അങ്ങ് പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഈ രണ്ട് കാര്യത്തിന് ദയവ് ചെയ്ത് എടുക്കരുത്. അതിന് വരുന്ന റിസ്ക് എന്തുവാണെന്നുള്ളത് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷെ നമ്മുടെ സയൻസ് മനസ്സിലാക്കിയോണ്ട് മാത്രം പറയാണ്, അത് ബ്ലഡുമായിട്ട് റിലേറ്റഡ് വൈറസിൻ്റെ ട്രാൻസ്മിഷൻ ടു ബ്രെയിൻ ആണ് ഇതിൻ്റെ, നമ്മുടെ പട്ടിയുടെ. അപ്പം പാമ്പിനെ ആണെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് RBCs ലൈസ് ചെയ്ത് കളയും, എന്താ പറയുക, പൊട്ടിച്ച് ദ്രവിപ്പിച്ച് കളയും പാമ്പ് കടി. അപ്പോൾ എത്രയും RBC നഷ്ടപ്പെടുന്നോ അത്രയും നമ്മുടെ ലൈഫിൽ റിസ്ക് ഉണ്ടാവും. ഈ രണ്ട് കാര്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കണം കേട്ടോ. ഇത് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം അത് ശരിയാവുമെന്ന് പറഞ്ഞ് ഉള്ള രീതിയിലോട്ട് പോകരുത്. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഞാൻ പറഞ്ഞു വരുന്നത്, സോറി വീഡിയോ ആക്കുന്നില്ല, ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേസിങ് റിസൾട്ട് തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം ദുബായിലുണ്ടായിരുന്ന ആളാണ്, ഡ്രൈവറായിരുന്നു. അപ്പൊ നാട്ടില് അവിടെ വെച്ച് അത്ര കെയർ ചെയ്യാറില്ലായിരുന്നു. പലപ്പോഴും ഡേ നൈറ്റ് ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ നാട്ടില് അത് വന്ന് 10 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോഴാണ് ആഫ്റ്റർ ഇതിന് ശേഷം വന്ന് അങ്ങനെ കൈകാലുകൾ മരവിപ്പ്, അതുപോലെ ഷോൾഡർ വേദന. ഞാൻ അത്ഭുതം തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ. ഇതെന്താ ഈ ഷോൾഡർ വേദന എന്ന് എനിക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം വളരെ ടയർഡായിട്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ഒരു ഒരു യാദൃച്ഛ്യമായിട്ടാണ് പലപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റ് എന്നിൽ എത്താനുള്ള ഒരു അവസരം ഉണ്ടായത്. പക്ഷെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് അത്ഭുതമാണ്. ഇത് സത്യസന്ധമായിട്ട് എനിക്ക് ഇപ്പൊ ആദ്യം മാഡം പറഞ്ഞ പോലെ മറ്റു പലരും ചില ആളുകളോട് ഇത് പറയുമ്പോൾ വിശ്വസിക്കൂ എന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. അത്ര അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. പിന്നെ സാമ്പത്തികം വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് റെഫർ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ എറണാകുളത്ത് വെച്ച മീറ്റിംഗിൽ ആ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, രമേശ് സാറ്. ഇത് ആളുകൾക്ക് ഇത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവയർനെസ് കിട്ടിയിട്ടില്ല, കിട്ടേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കുടില് മുതൽ കൊട്ടാരം വരെയുള്ള സ്ഥലത്തിന് ഈ പ്രൊഡക്റ്റ് എത്തിക്കേണ്ടതാണ്. ഒരു സാമൂഹിക നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം കുടുംബങ്ങളിൽ എത്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റു പലരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം കിട്ടുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒഴിവാക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റാണ്. കാരണം അത്രമാത്രം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്ഭുതമാണ്. അത് ശരിക്കും പറഞ്ഞ ദൈവം നമ്മുടെ ബ്ലഡും ഈ കാന്തികോർജവും തമ്മിലുള്ള ആ ഒരു കണക്ടിവിറ്റി, അപ്പൊ അത്രത്തോളം സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് ഈ കാലഘട്ടത്തില് നമുക്കിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ആ ഒരു സയൻസ് വീണ്ടും കൃത്യമായിട്ട് നടക്കുന്ന ടെക്നോളജിയിലൂടെ. പണ്ട് നാച്ചുറൽ ആയിട്ട് ആളുകൾ ചെരുപ്പില്ലാതെ മണ്ണിലൂടെ എല്ലാം നടക്കുന്ന സമയത്ത് അവരെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ടൊന്നും അല്ല, അവരത് സയൻസ് പഠിച്ചിട്ടൊന്നും അല്ല, പക്ഷെ നാച്ചുറൽ ആയിട്ട് അവര് ഭൂമിയിലൂടെ നടക്കുമ്പോൾ പ്രവർത്തനം നടക്കുമായിരുന്നു. അതേ സാധനം ഇന്ന് ടെക്നോളജി വഴി നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ സാധനം വാങ്ങി ഉപയോഗിക്കുക. അതൊക്കെ വലിയ രീതിയിൽ നമ്മളെ ബ്രെയിൻ ഒരു ഒപ്റ്റിമൈസ് ലെവലിലേക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാനും അത് വാങ്ങാനും മറ്റു പലരിലേക്കും, സ്പെഷ്യലി നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഈ കാലഘട്ടത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠനം നടത്തിയിട്ട് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. കുഴഞ്ഞു വീണ വെള്ളങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠനം നടത്തി പറഞ്ഞതാണ് 50 കോടി ജനങ്ങളെ ഹൃദ്രോഗം മൂലം മരിക്കാൻ പോകുന്നു എന്നും, അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ 50 കോടി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമുക്കൊന്നും ബാധകമല്ല. ഏതോ ഒരാൾക്കൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മുടെ അയൽവക്കത്ത് സംഭവിക്കുന്നു, കുടുംബങ്ങളിൽ സംഭവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഇവൻ നമ്മളിലേക്കും അത് സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റ് ആണെന്നും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചെലവഴിക്കുന്ന പൈസ ഇതൊരു ചെലവല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയെ നമുക്ക് ഒരിക്കലും എക്സ്പെൻസ് ആയിട്ട് കണക്ക് കൂട്ടരുത്. അതിനു വേണ്ടി ചെലവഴിക്കുന്ന പൈസയാണ് യഥാർത്ഥമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തിരിച്ചറിയുക. ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റ് ആണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഉപയോഗിച്ച് സമൂഹത്തിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യിക്കുക. എനിവേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു അടുത്ത ആളിലേക്ക്
ഗുഡ് ഹലോ മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഹലോ. യെസ് 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 പറയൂ പറയൂ ഞാൻ ഹൈമവതി. ഹൈമവതി. യെസ് യെസ് പിന്നെ എനിക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എൻ്റെ അസുഖങ്ങള് വെരിക്കോസിന് ഇങ്ങനെ എന്താ ചെറുതായിട്ട് വട്ടത്തില് പൊടിഞ്ഞും കൊണ്ട് ഇങ്ങനെ ഒരു നീര് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. കറുപ്പ് കളറായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ചത് എൻ്റെ മറ്റ് അസുഖങ്ങൾക്കാണ്. എങ്കിലും ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് മാറിപ്പോയതാണ്. ശരിക്കും ഞരമ്പ് തടിപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല ഉറക്കം കിട്ടി. നല്ല അതുകൊണ്ട് തന്നെ കുറെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തലയ്ക്കുള്ള കനം ഇല്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ മാറി. എനിക്കിപ്പോ ഫുൾ ഓക്കെയാണ്. ഞാൻ എനിക്കൊരു ഒരു സംശയമാണ് ചോദിക്കാനുള്ളത്. അത് ഡോക്ടർ ഒന്ന് മറുപടി പറയണം. ഞാനിവിടെ അടുത്ത ഒരു കുട്ടി തീരെ പാവപ്പെട്ട കുടുംബത്തിലാ. ചെറുപ്പം മുതലേ അപസ്മാരം ഇളകിയിട്ട് കുട്ടി തീരെ ഒന്നിനും കഴിയാത്തൊരവസ്ഥ. കുട്ടി ഇപ്പം വളർന്നുപോയി. 30 വയസ്സ് പ്രായമായി. കുട്ടി നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പം മറ്റ് വൈകല്യങ്ങളൊന്നും ഇപ്പോഴും കുട്ടിക്ക് ഇല്ല. ലങ്സിനോ കിഡ്നിക്കോ ഒന്നും കുഴപ്പമില്ല. ശരിക്കും നടക്കുന്ന നേരത്ത് ശരിക്കും ബാലൻസ്ഡ് നടക്കാൻ കഴിയില്ല. അമ്മ ആണ് കുട്ടീനെ കൊണ്ട് നടക്കുന്നത്. പിന്നെ കുട്ടിക്ക് ഇപ്പൊ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിക്കപ്പോ അവർക്ക് കഴിയില്ല. അപ്പൊ ഞാൻ വാട്ടർ എനർജി പാഡിൽ നിർത്തിയ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് അവര് ഉപയോഗിക്കുന്നത്. കുട്ടിക്ക് ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പതിവ് പോലെ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ വെള്ളം ഞാൻ കുടിക്കാൻ വേണ്ടി ദിവസം 2 ലിറ്റർ വെള്ളം അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. കുട്ടി ഇപ്പം പല്ല് ഇങ്ങനെ കടിച്ച് വല്ലാതെ പല്ല് കടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്നലെ കൈകൊട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത സമയത്ത് കുറച്ചു നേരം ആ പല്ല് കടിക്കുന്ന തലയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തൊക്കെ കൊടുത്ത് കുറച്ച് സമയമൊക്കെ നിർത്തിയെങ്കിലും പിന്നെയും തന്നെ ചെയ്യുന്നു. അപ്പൊ അവര് പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അപസ്മാരം പിന്നെയും വരും, പേടിയാവുന്നുണ്ട്. എന്താ അതിന് ചെയ്യേണ്ട പ്രതിവിധി? ഡോക്ടർ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. അല്ല, അത് ഈ പറഞ്ഞത് ഈ അപസ്മാരമല്ലേ ഇത്? കൊച്ചുകുഞ്ഞിന് എത്ര വയസ്സ് പ്രായമുണ്ടത്? 30 വയസ്സ്. ഒരു ധൈര്യമായിട്ട് ഈ ഒരു പ്രീമിയം പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. അത് പ്രോഡക്റ്റ് ഫുള്ള് യൂസ് ചെയ്യണം. വെള്ളവും വാട്ടർ ബാഗ് കൊണ്ടും പറ്റത്തില്ല. അതിന് ഹോൾ ബോഡി, നമ്മുടെ ഫുൾ ബോഡി അത് ആ മാഗ്നറ്റിക് അട്രാക്ഷനിൽ രാത്രി കിടക്കണം. പിന്നെ യാതൊരു കാരണവശാലും ബാൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് 24 മണിക്കൂറും വേണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ തടസ്സപ്പെടുത്താനായിട്ട് പാടില്ല. അത് വെള്ളം നല്ലപോലെ കുടിക്കണം. 100% ഒരു വർഷം കഴിയുമ്പോൾ റിസൾട്ട് കാണും. RBCയുടെ 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി 60 to 70% റിക്കവർ ആയിരിക്കും. ധൈര്യമായിട്ട് ഇതൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സംഗതിയാണ്. ആ കുട്ടി കയ്യിൽ അത് കെട്ടാൻ സമ്മതിക്കുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഓൾറെഡി നമ്മൾ വൈഫൈ റേഡിയേഷന്റെ കീഴിലാണ്, കുടക്കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ മൊബൈൽ റേഡിയേഷൻ, മൊബൈൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി, നമ്മുടെ ഈ റിജനുവേഷൻ പ്രോസസ്സ് ബ്രേക്ക് ഡൗൺ ആവും. പിന്നെ വൈഫൈ റേഡിയേഷൻ ഓൾറെഡി തലയ്ക്ക് മീതെ എല്ലാവരുടെയും മീതെ ഉണ്ട്. അതുകൊണ്ട് അത് പേടിച്ച് തീർച്ചയായിട്ടും ബാൻഡ് 24 മണിക്കൂറും കിട്ടും. അല്ലെങ്കിൽ ആ ബാൻഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അരക്കി കെട്ടിക്കൊടുത്താലും മതി. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ബാൻഡ് മാഗ്നറ്റ് നമ്മൾ ഇൻ ടച്ച് വേണം, ഇൻ ടച്ച് വിത്ത് ദ ബോഡി. പിന്നെ വെള്ളം കുടിക്കുക. ഇത് ബോഡിയിൽ ഇത് ഫുൾ ടൈം റെസ്റ്റും ചെയ്യണം. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് പ്രീമിയം പ്രൊഡക്റ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ ഡോക്ടറെ വേറൊരു കാര്യം, ഈ കുട്ടി മൊബൈല് എപ്പോഴും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഇരിക്കണം എന്നുള്ളൊരു ശാഠ്യം പിടിക്കുന്നു. അല്ല, ഇത് തന്നെ റീസൺ. അതൊരു ആക്ഷൻ കിട്ടത്തില്ല. അത് ഇപ്പം മൊബൈൽ 100% ഒഴിവാക്കണം. ഞാൻ പറഞ്ഞത് ഇതുപോലെ ബാൻഡ് എപ്പോഴും ശരീരത്തിൽ വേണം. കുളിക്കാൻ നേരം മാത്രം ബാൻഡ് അഴിച്ച് വെക്കുക. കുളിച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാൻഡ് കെട്ടിയിട്ടേ മറ്റുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാവും. പിന്നെ ഈ റെസ്റ്റ് ചെയ്യുന്നത് ഈ ബെഡേലും വേണം. അത് പ്രീമിയം പ്രൊഡക്റ്റ് തന്നെ വേണം. നല്ല വ്യത്യാസം കാണും. ഞാനിവിടെ ഒരു ഓട്ടിസം ബാധിച്ച ഒരു കൊച്ചിനെ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിട്ട് കണ്ട് 6-7 മാസമായി. ഒരു 30% വ്യത്യാസമായി. ഇപ്പോൾ മാതാപിതാക്കളൊക്കെ പറയുന്നത് കേൾക്കുന്നു, ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ മാറി. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഒരു അസുഖത്തിന് വേണ്ടിയുള്ള അല്ലല്ലോ. ഫുൾ ട്രാൻസ്ഫർമേഷൻ ഓഫ് അവർ ബോഡി ടു നോർമാലിറ്റി. നോർമൽ സ്റ്റേജിലോട്ട് ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. മനസ്സിലായില്ലേ? ഇത് മെഡിസിൻ ഒന്നും അല്ലല്ലോ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെൽസും മസിൽസ് ടിഷ്യൂസ് എല്ലാം ബന്ധപ്പെട്ട എല്ലാ ഓർഗൻസിനെയും നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന വലിയൊരു ആക്ടിവിറ്റിയാണ് ഈ ബയോടെറി നമുക്ക് തരുന്നത്. നമുക്ക് പറയാമല്ലോ, ഭൂമി എന്തെങ്കിലും നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്രയോ ട്രൈബ്സായി പരത്തി താമസിക്കുന്നത്. പച്ച മാംസവും ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് പോലും ഇല്ലാതെ അവർ തളർന്നു പോകുന്നുണ്ടോ? അവരുടെ പ്രസവം എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സിസേറിയൻ ഉണ്ടോ? അവർക്ക് ക്യാൻസർ ഉണ്ടോ? ഒന്നുമില്ലല്ലോ.
അപ്പൊ അത് നമ്മുടെ ഭൂമിയാകുന്ന ബിഗ് മാഗ്നറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ ടു ഓൾ ലിവിങ് ബീങ്സ്. അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി കഴിഞ്ഞിട്ടാണ് ദൈവം എല്ലാ ചരാചരങ്ങളെയും ഈ ലോകത്ത് സൃഷ്ടിച്ചത്. അപ്പം തീർച്ചയായിട്ടും ഏത് ഡിസ്ഫോമിറ്റിയും നോർമലൈസേഷൻ ആക്കുന്ന ഒരു സംഗതിയാണ് ബയോമാഗ്നറ്റിക് ടെക്നോളജി. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. താങ്ക് യു സർ. അപ്പോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കണം. 1-2 പേർ കൂടി പെട്ടെന്ന് റിസൾട്ടുകൾ പങ്കുവെക്കാവുന്നതാണ്. ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ആളുകളെ കാണുന്ന ദിവസമാണെന്ന് പറഞ്ഞൊരു സമയമാണ്. അപ്പം എന്റെ പേര് സഫിയ അബ്ബാസ്, മൂവാറ്റുപുഴ. അപ്പൊ ഇതില് പലരും വെരിക്കോസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരിക്കൽ പറഞ്ഞ റിസൾട്ടാണ്, എങ്കിലും പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഞാൻ 3 മാസം മുമ്പ് ഒരു ഇത്താക്ക് വെരിക്കോസ് വെയിൻ ആയിരുന്നു. 9 വർഷക്കാലമായിട്ട് അവരുടെ കാലിന് വെരിക്കോസ് വെയിൻ വന്ന് ഇൻഫെക്ഷനായി ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവര് നടക്കുമ്പോഴാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഈ പ്രോഡക്റ്റ് നിർബന്ധിച്ചാണ് അവര് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവര് ചെറിയ പ്രോഡക്റ്റ്, അപ്പം ആദ്യം പോയി കണ്ടപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇപ്പൊ പൈസ ഇല്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വാ, ഞാൻ കോൾ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കോൾ ചെയ്തപ്പോ അവര് പറഞ്ഞു എനിക്ക് ഫുള്ള് വേണ്ട, വാട്ടർ എനർജി പാഡും റിസ്റ്റ് ബാൻഡും അടങ്ങുന്ന ചെറിയ PVയുടെ സാധനം മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഹസ്ബൻഡ് നിർബന്ധമായിട്ടും ഫുൾ പാക്കേജ് ആയിട്ട് ചെന്നു. അങ്ങനെ നിർബന്ധിച്ച് അവരെ ഫുൾ പാക്കേജ് കൊടുത്തു. അങ്ങനെ അവര് ഉപയോഗിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ഫോളോ അപ്പ് ചെയ്തു. അപ്പോഴൊക്കെ അവര് വേദന ചെറിയ കുറവുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു, നടക്കാൻ സ്പീഡിൽ നടക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഫോളോ അപ്പിന് ചെന്നപ്പോ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് റെഫർ ചെയ്യുക, ഇത് മറ്റുള്ളവരോടൊന്നും പറയാ എന്നൊക്കെ പറഞ്ഞപ്പോ അവർ ഞാൻ പറയില്ല, എന്റെ രോഗം പൂർണ്ണമായിട്ടും മാറാതെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് 2 മാസക്കാലം അവര് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു. ഇന്ന് അവര് ട്രീറ്റ്മെന്റ് നിർത്തി. അതുപോലെ വേദനകൾ നല്ല കുറവുണ്ട്. ഇന്നിപ്പോ നല്ല ആക്റ്റീവായിട്ട് മറ്റുള്ളവരോട് പറയാൻ അവർക്ക് എന്താ പറയാ, വരുന്നതോടൊക്കെ അവരെ വീട്ടിലെ ചിക്കൻ സെന്റർ ആണ്, അവർക്ക് വീട്ടിലിരുന്ന ചിക്കൻ ഒരു ഷോപ്പ് പോലെ അവരെ ഹസ്ബൻഡും അവരും വീട്ടിൽ നിന്ന് സെയിൽ നടത്തുന്നവരാണ്. അവിടെ വരുന്ന കസ്റ്റമറോടൊക്കെ അവരിന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു തെളിവ് എന്ന് പറയാൻ ഇപ്പൊ നമ്മുടെ അഭിലാഷ് സാറ് നമ്മുടെയൊക്കെ മെന്ററും ലീഡറും ഒക്കെയാണ്. അഭിലാഷ് സാറൊക്കെ ഡയറക്റ്റ് പോയി അവരോട് സംസാരിച്ച് വീഡിയോ എടുത്താണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പ്രോഡക്റ്റ് ദൈവസ്പർശമുള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ വെരിക്കോസ് വെയിനൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ഉമ്മയ്ക്ക് പെട്ടെന്ന് ഇതുപോലെ കാലിന് ഇൻഫെക്ഷൻ ആയി, ഷുഗർ കൂടിയിട്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ കാലിന്റെ ഫ്രണ്ടിലെ സെൻട്രലായിട്ട് ഒരു തടിപ്പ് പോലെ കണ്ടു. അപ്പൊ ഡോക്ടർ ഇത് വെരിക്കോസിന് സാധ്യത, വെരിക്കോസിന്റെ സ്റ്റാർട്ടിങ് ആണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ കൊടുന്ന അന്നേരം ട്രീറ്റ്മെന്റ് മരുന്നൊക്കെ വാങ്ങിച്ചു പോന്നു. പക്ഷെ കീറണം എന്നൊക്കെ അവർ പറഞ്ഞു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് നമ്മുടെ വാട്ടർ എനർജി പാട് ചുറ്റി കെട്ടുകയും അതുപോലെ വെള്ളം ഒഴിച്ച് കഴുകുകയൊക്കെ ചെയ്തപ്പോൾ നല്ല മാറ്റം വന്നു. കീറണ്ടിയും വന്നില്ല, ആ ഇൻഫെക്ഷനൊക്കെ മാറി. അതും ഞങ്ങൾക്ക് പെട്ടെന്നുണ്ടായ ഒരു റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാവരും ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് റെഫർ ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു സഫിയ മാഡം. താങ്ക് യു. ഹലോ, അതായത് സാറേ ഗുഡ് മോർണിംഗ്. എൻ്റെ വീട് കാഞ്ഞാണിയിലാണ്, തൃശ്ശൂർ കാഞ്ഞാണി. ആ എനിക്ക് ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്ന് അവര് എനിക്ക് നേരത്തെ ഒരു ചേച്ചി പറഞ്ഞപ്പോ എന്റെ ഒന്നുകൂടി എനിക്കും പറയണം തോന്നിയതാണ്. എന്താണെന്ന് വെച്ചാല് എനിക്ക് കുറച്ച് നാൾ മുന്നേ ഞാൻ ECG എടുത്ത് നോക്കിയപ്പോ 2 വേരിയേഷൻ ഉണ്ട്, 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഞാൻ എന്ത് ചെയ്തു, അപ്പൊ വീട്ടുകാരൊക്കെ പേടിച്ചു, ഹോസ്പിറ്റലിൽ പോകും അല്ലെങ്കിൽ പ്രശ്നമാകും അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ഈ അക്യുപഞ്ചർ അതിൻ്റെ ഇതിൽ പോയി ഒരു 10 പ്രാവശ്യം അക്യുപഞ്ചർ ചെയ്തു. പിന്നെ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. അത് ഉപയോഗിച്ച് കുറച്ച് അത് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ നമ്മൾ 2 ബ്ലോക്കും മാറി ഇതില് അറിയാം. ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് ECG എടുത്ത് നോക്കിയപ്പോ വേരിയേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ബ്ലോക്കൊക്കെ മാറുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റ് ആണത്, ഇത് എനിക്ക് മനസ്സിലായി. ഓക്കെ സാറേ, താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാ ബ്ലോക്കുകളും മാറട്ടെ, എല്ലാവർക്കും ആശുപത്രിയിൽ പൈസ കൊടുക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്ത ആളിലേക്ക്.
മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഷാജി റസാഖാണ് കളമശ്ശേരിന്ന്. ഞാൻ ലാസ്റ്റ് എല്ലാവരും പറഞ്ഞു കേട്ടെന്ന് വെച്ചിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. എനിക്കൊരു പുതിയ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ തന്നെ, കുടുംബത്തിൽ തന്നെയാണ്. എൻ്റെ വൈഫിന്റെ ഉമ്മയ്ക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് ഹാർട്ടിന് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആസ്മയ്ക്ക് 2 പ്രാവശ്യമായിട്ട് ദിവസം ഇൻഹേലർ എടുക്കുന്ന ഉമ്മയായിരുന്നു. അത് ഒരു പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഇൻഹേലർ കുറച്ചിട്ടുണ്ട്. കാലിലെ നീരൊക്കെ മാറി, ശരീരത്തിന് നല്ല സുഖമുണ്ടെന്ന് പറയുന്നു, വേദനകൾക്കൊക്കെ നല്ല കുറവ് പറയുന്നു. പിന്നെ ഞാൻ ചുരുക്കി പറയാം, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാം. സ്പോർട്സിൽ ധാരാളം സ്പോർട്സ് റിസൾട്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൈഗ്രെയിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റോട് നമ്മുടെ റിസ്റ്റ് ബാൻഡും വാട്ടർ ബാൻഡിലെ വെള്ളം മാഗ്നൈസ് വാട്ടറും കൊടുത്തിട്ട് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടിക്ക് വളരെ തലവേദനയായിരുന്ന കുട്ടിക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്വാസം മുട്ടിന് വെറും 5 മിനിറ്റിന് ശ്വാസം മുട്ടിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നടുവേദനയ്ക്ക്, ഞാനിത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എനിക്ക് നടുവേദനയ്ക്ക്, എനിക്ക് നടു ഉളുക്കിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ നടു ഉളുക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉളുക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 5-6 ദിവസം എങ്ങനെയായാലും നമ്മൾ അതും കൊണ്ടിട്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒഴിച്ചിലൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. അത് എനിക്ക് 5 മിനിറ്റോട് നമ്മുടെ വാട്ടർ എനർജി പാഡും പില്ലോ പാഡും ഞാൻ ബാക്കിൽ ചുറ്റി വെച്ചിട്ട് എനിക്ക് 5 മിനിറ്റോട് എനിക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ധാരാളം റിസൾട്ട്സ് ആണ് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വൈഫിനും ഉമ്മയ്ക്ക് നല്ല രീതിയിൽ റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും കുറെ നാളായിട്ട് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളായിരുന്നു. ധാരാളം റിസൾട്ട്സ് ഇപ്പോഴും ഞാൻ 2-3 പേർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും റിസൾട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. എല്ലാവരും നന്നായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. താങ്ക് യു ഷാജി സാർ, താങ്ക് യു. ഒരാൾക്ക് കൂടി നമ്മുടെ റിസൾട്ട് പങ്കുവെക്കാം. നമ്മൾ കറക്റ്റ് 7:30-ക്ക് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഇത് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓൺ ചെയ്ത് വെച്ചാലും റിസൾട്ട് പറയാനുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കറക്റ്റ് 7:30 നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കണം. അടുത്ത ആൾ. ഗുഡ് മോർണിംഗ്. ഹലോ, പറഞ്ഞോളൂ മാഡം. ഓക്കെ. എന്റെ പേര് മഞ്ജു, കോഴിക്കോടാണ് സ്വദേശം. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു അച്ഛന്റെ അനിയന് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഞാനിവിടെ പറയുന്നത്. അവർക്ക് അവർ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ പാഡും റിസ്റ്റ് ബാൻഡും മാത്രം ഉപയോഗിച്ചത്. പക്ഷെ അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാല് 10-35 വർഷമായിട്ടുള്ള ഒരു അലർജി പ്രശ്നം, തുമ്മലാണ് ആൾക്ക് പ്രശ്നം. ഒരുപാട് മരുന്നുകൾ ആള് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിരുന്ന സമയത്ത് കൊടകിലാണ് വീട്. അപ്പൊ ഒരു ബോക്സ് നിറച്ചും കട്ടിലിന്റെ അടിയിൽ മരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോ ഇതെനിക്ക് ശ്വാസമുട്ടലും അതുപോലെ ആ തുമ്മലിനുള്ള മരുന്നാണ്. എവിടെയോ ഒരു ഓൺലൈനായിട്ട് ഫോണിലേറ്റോ കണ്ട് അവര് കോണ്ടാക്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. 3 മാസം അവർ അത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു. 1 മാസത്തെ മരുന്നിന് 10,000 രൂപയാണ്. അങ്ങനെ 3 മാസം അവരത് കുടിച്ചു. ആ 3 മാസം അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. തുമ്മലോ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മരുന്ന് 3 മാസം കുടിച്ച് നിർത്തിക്കോളാൻ പറഞ്ഞു. വീണ്ടും അവര് അത് നിർത്തി. 1 മാസം കഴിഞ്ഞപ്പോ പഴയതുപോലെ തന്നെ അവർക്ക് ആ ഒരു തുമ്മലിന്റെ പ്രശ്നം വന്നു. അങ്ങനെ ആ പൈസ പോയി എന്നല്ലാതെ യാതൊരു ഫലവും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ആ ഒരു ഡെമോ കണ്ടിട്ടാണ് ആള് പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഉപയോഗിച്ചു ആൾക്ക് 10-25 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാല് 35 വർഷമായിട്ടുള്ള ആ ഒരു അസുഖത്തിന് അവർക്ക് ആ തുമ്മല് പിന്നെ ഇതുവരെ ഏകദേശം 2 വർഷം കഴിഞ്ഞു ആ പ്രോഡക്റ്റ് അവർ ഉപയോഗിച്ചിട്ട് ഇതുവരെ ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ മറ്റുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ ആ മരുന്നിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് മാറിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ധൈര്യത്തോടെ എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോ ഈ ഒരു റിസൾട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. എന്റെ വീട്ടില് ഹസ്ബൻഡിന് പിന്നെ യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആള് ഉപ്പൂറ്റി നിലത്ത് കുത്തൂലായിരുന്നു. കൽപ്പണിയാണ് പണി, ഭാരമുള്ള പണിയാണ്. അപ്പോ ഒരുപാട് വർഷമായിട്ട് ഹോമിയോ മരുന്നായിട്ടും ആയുർവേദ മരുന്നായിട്ടും ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു ആ ഒരു മരുന്ന് കുടിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആൾക്ക് ആ ഒരു അസുഖം മാറിയത് ആൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതെപ്പം മാറി, അത് എന്തായി എന്നാണ് എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം മാറിയോ ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചപ്പോ
അതെപ്പോഴേ മാറി എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റിസൾട്ടുകളാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റിസൾട്ട് കിട്ടാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് കിട്ടാത്തതെന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഫുഡിലൂടെയുള്ള ഫുഡ് സപ്ലിമെന്റുകൾ, ഒരുപാട് വിറ്റമിൻസുകളും മിനറൽസും ധാതുലവണങ്ങളും അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് വേണം. അപ്പൊ അതൊക്കെ ശരീരത്തിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടൂല. അപ്പൊ അതും കൂടി എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റും അതുപോലെ ഫുഡിലൂടെയുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് അതിനു വേണ്ടി നമ്മുടെ കമ്പനി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. മോർ പവറും അതുപോലെ തന്നെ അൾട്രാബെറിയൊക്കെ അതും നമ്മുടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ 100% ഉറപ്പാണ്. പിന്നെ ചില ആളുകൾ വെള്ളം കുടിക്കാൻ മടി എന്ന് പറയുന്നത് ഫീൽഡിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറയുന്നതാണ്, യൂറിൻ പാസ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണം. അപ്പൊ അത് ആ ഒരു മടി ഉള്ളത് കാരണം കൊണ്ടും ചില ആളുകൾ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കാത്തതും. കാരണം ഞാനത് ഈ പറയുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു ബിസിനസ് നെഞ്ചോടെ ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോ അവർക്കും കൂടെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നമുക്ക് ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ അതും കൂടെ ഈ ഒരു ഗ്രൂപ്പിലൂടെ, ഈ ഒരു സൂമിലൂടെ ഞാൻ ഷെയർ ചെയ്യാണ്. താങ്ക് യു സാർ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചത്. താങ്ക് യു വെരി മച്ച്. എനിക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തന്നത് ഷാജ് സാറാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു ബിസിനസ്സും എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് ഷാജ് സാറാണ്. അപ്പൊ സാറിന് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. അടുത്ത ആളിലേക്ക്. ഗുഡ് മോർണിംഗ് അഭിലാഷ് സാർ. യെസ് ഭഗത് സാർ, പറയൂ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഒരു റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇപ്പൊ ഇനിയിപ്പോൾ ടൈം കഴിയാല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. എൻ്റെ ഒരു കസ്റ്റമർക്ക് ഞാൻ ഒരു 8 മാസം മുന്നേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ ICUയിൽ പോകുന്ന ആളായിരുന്നു. എന്താ ശ്വാസം സൗണ്ട് ബ്രേക്ക് അല്ല, കൊളസ്ട്രോള് അതേമാതിരി. ഹലോ, ഇടക്ക് സൗണ്ട് ബ്രേക്ക് ആയി വരാം. ഹലോ, ഇതിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടി. ശ്വാസമുട്ടലിന് നല്ല റിസൾട്ട് കിട്ടി. ഇപ്പൊ ഇന്നലെ പുള്ളി ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് എന്നെ വിളിച്ചു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ 95ഉം അതേമാതിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നീട് എടുത്ത ബ്ലഡ് ഷുഗർ 130 ആയിരിക്കണം. അപ്പോൾ മുന്നേ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് 400-ൽ എൻ്റെ അടുത്ത് ഷുഗർ ഉണ്ടായിരുന്ന ആളാണ്. 77 വയസ്സുണ്ട്. ആൾക്ക് വളരെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുള്ളി എന്ന് വെച്ചാൽ ആദ്യം ഹോസ്പിറ്റലിലേക്ക് തന്നെ ആംബുലൻസ് അതേമാതിരി വണ്ടിയിലെല്ലാം വരുന്ന ആള് ഇപ്പൊ നോക്കുമ്പോൾ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ ആക്റ്റീവായിട്ട് ഇപ്പോ വേറെ വ്യക്തികളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ പുള്ളിയുടെ ബ്ലഡ് റിപ്പോർട്ട് കണ്ടിട്ട് അവിടെ ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അതിശയിച്ച്. അപ്പൊ എനിക്ക് പരിചയമുള്ള ആളുകളാണ്, അവരെന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഇന്നലെ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ ഞാൻ ഇതിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് BP, കൊളസ്ട്രോള് അതേമാതിരി യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇത്രയും സാധനങ്ങൾ കൂടിയിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇന്നിപ്പോ ഞാൻ ഇതിൽ വന്നിട്ട് ഏകദേശം 1 വർഷമാവുകയാണ്. ഇതിന്റെ ഉള്ളിൽ എനിക്ക് കംപ്ലീറ്റ് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ വാട്ടർ മാത്രമാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ മെഡിസിൻ. വേറെ ഒരു മെഡിസിൻസും കഴിക്കുന്നില്ല. അതിന്റെ വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഇത് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാഡം ഇപ്പോൾ മുന്നേ സംസാരിച്ച മാതിരി കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. വെള്ളം കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിന്റെ റിസൾട്ട്സ് കിട്ടും. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്യുക. എല്ലാ ആളുകൾക്കും ഈ മെസ്സേജ് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു ഭഗത് സാറിന്റെ വൈഫ് നേഴ്സാണ്. അതുപോലെ ഭഗത് സാറും മറ്റൊരു ആരോഗ്യ മേഖലയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയേറെ മെഡിസിൻ ഒക്കെ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്നിപ്പോ വളരെ
ഒരു തികഞ്ഞ ബയോട്ടോറിയനായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയും. അപ്പൊ ഒരു 77 വയസ്സുകാരന്റെ പല ആളുകളും ഷുഗർ മാറുമോ ഈ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ചില ആളുകൾ ചോദിക്കും ഷുഗറിൽ വല്ല വ്യത്യാസം വരുമോ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്ന ആളുകൾ. ഈ റിസൾട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട കാര്യങ്ങൾ. അപ്പോ അത്തരം റിസൾട്ടുകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ഷുഗറുകാരെ തേടിയുള്ള യാത്ര ഇന്ന് രാവിലെ തൊട്ട് ഇനി തുടങ്ങേണ്ടതില്ല. ഷുഗർ പല ടൈപ്പ് ഷുഗറുകളുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഷുഗർ ഉണ്ട്. അത് ചികിത്സിച്ച് നമ്മളെല്ലാം ഓരോ വിഷഗ്വരന്മാരായി മാറുന്നതാണ് ചില സമയത്തുള്ള അപകടങ്ങൾ. നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുക. ഡോക്ടേഴ്സ് അല്ല നമ്മളാരും അത്തരം പ്രവൃത്തികളിലേക്ക് മാത്രം പോകുന്നെന്ന് വെച്ചിട്ട് ഇത്തരക്കാരെ കാണരുത് എന്നല്ല പറഞ്ഞത്. ഒരു വീട്ടിൽ ചെന്നാൽ എന്തായാലും ഒരസുഖമുള്ള ആളുകൾ ആ വീട്ടിലുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇതെല്ലാം പങ്കുവെച്ച് പോകേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ചില ആളുകളോട് മാത്രമാണ് പറഞ്ഞത്. രാവിലെ ഒരു പ്രഷർ രോഗി, പിന്നെ ഒരു സോറിയാസിസ്, പിന്നെ ഒരു ഷുഗർ, ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളുകളുണ്ട്. ഒരു സ്ട്രോക്ക് രോഗിനെ കാണാനുണ്ട്, രാവിലെ തന്നെ പോകണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അതിനുവേണ്ടി മാത്രം തിരിഞ്ഞിറങ്ങേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. റിസൾട്ടുകൾ ഇതേപോലെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മറ്റാർക്കെങ്കിലും ഒരാൾക്ക് കൂടി റിസൾട്ട് പങ്കുവെക്കേണ്ടതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പറയാൻ കഴിയാതെ പോയി എന്നുള്ള ചിന്ത വേണ്ട. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഗുഡ് മോർണിംഗ് അഭിലാഷ് സാറേ. മോർണിംഗ് ചേച്ചി, പറയൂ. അതെ, ഞാനിത് ഉപയോഗിച്ചോളൂ. ഇത് 2 വർഷമായി. എനിക്ക് റിസൾട്ടുകളുണ്ട്. എന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയല്ല, ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി ഒരു കുട്ടിക്ക് അതായത് എന്താ പറയാ സോറിയാസിസ് 42 വർഷമായിട്ട് സോറിയാസിസ് വന്ന് കുറെ ചികിത്സകളൊക്കെ ചെയ്തിട്ട് മാറാതെ ഇരുന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ ചേച്ചി, ഞാൻ 42 വർഷമായിട്ട് ഇതിന് മരുന്ന് ഉപയോഗിച്ച് മടുത്ത് തീർന്നാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഉപയോഗിച്ച്, ഞങ്ങളിത് കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് ഉണ്ട്, ഉപയോഗിക്കാൻ പറഞ്ഞു. അതിന് ഞാൻ നിർബന്ധിച്ച് കൊടുത്തു. ഇപ്പൊ ഉറക്കം ഉണ്ടായിരുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ എന്നെ വിളിച്ച് പറയാണ്, ചേച്ചി എനിക്ക് ഉറക്കം കിട്ടിട്ടോ എന്ന്. അതുകൂടാതെ കേൾക്കുന്നില്ലേ സാറേ? ഹലോ, കേൾക്കാം ചേച്ചി, കേൾക്കാം, പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ആളുടെ മുഖമൊക്കെ ഇങ്ങനെ കറുത്ത് കരിവാളിച്ചിരിക്കാണ്. ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ആളുകൾ കൂടുന്നിടത്ത് ചെല്ലുമ്പോ എന്നെ അവര് എല്ലാം ഒരു ഭീകര ജീവിയെ കാണുന്ന പോലെ കാണുന്നത്. എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഇത്ര മാറ്റങ്ങൾ വന്നു. എനിക്കിത് മാറിക്കഴിഞ്ഞാൽ ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗുണം ഉറക്കാണ്. എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഉറങ്ങാൻ കിടന്നാല് തല ചോദിന്, അതായത് മീൻ ചെമ്പല് പോലെ ഇങ്ങനെ നമുക്ക് തന്നെ കണ്ട ഒരു വിഷമാണ്. പറ്റ പോലെ പൊടിഞ്ഞു നിൽക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഈ വെള്ളം കൊണ്ട് മുഖം കഴുകി മാറ്റങ്ങൾ വരുന്നു. ഈ 1 മാസത്തിനുള്ളിൽ എനിക്ക് തന്നെ അത്ഭുതമായി. അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുന്നത്. കാരണം ഞാൻ അന്ന് കൊടുത്തപ്പോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉള്ള മാറ്റം കൂടെ കാണുമ്പോ ഒരുപാട് അത്ഭുതം തോന്നുക. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് ആ കുട്ടിക്ക് കൊടുത്തിട്ട് കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു ചേച്ചി, താങ്ക് യു. സോറിയാസിന് പല ആളുകൾക്കും റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അങ്ങനെ അത്രയും ഒരു നന്മ പ്രവൃത്തിയാണ്. പല സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാല് പല ആളുകൾക്കും വലിയ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അടച്ചിടപ്പെടുന്ന ഒരു സമൂഹമാണ് ഇത്തരം സോറിയാസിന്റെ പ്രശ്നങ്ങൾ മൂലം. അങ്ങനെയൊക്കെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ
നമ്മളിത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഉപയോഗിക്കുക എന്നുള്ളത്, ഇത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് ഒരു യോഗം കൂടി വേണം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കും അയാൾക്ക് കൊടുക്കണം, ഇയാൾക്ക് കൊടുക്കണം. പക്ഷെ ഇത് വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു യോഗം അവർക്ക് കൂടി ഉണ്ടെങ്കിലാണ് അവരിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുള്ളൂ എന്നുള്ളത് തന്നെയാണ്. എനിവേ, ഇന്നത്തെ ഈ ഒരു ദിവസം തുടക്കം മുതൽ ഈ ഒരു സമയം വരെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഹൃദയം എന്നുള്ള റിസൾട്ടുകളാണ് ഓരോരുത്തരും പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ഈ പ്രൊഡക്റ്റിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ഉള്ളതിന്റെ തെളിവാണ് ഇന്നിവിടെ പങ്കുവച്ചിട്ടുള്ള മുഴുവൻ റിസൾട്ടുകളും. എല്ലാ പ്രിയപ്പെട്ടവരോടും ഇനി അടുത്ത ബുധനാഴ്ച ദിവസം നമ്മുടെ ഈ റിസൾട്ടുകൾ പങ്കുവെക്കുന്ന ഉണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ടുള്ള സമയത്താണ്. അതിലേക്കും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് കയറ്റുക. പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മാറുകയാണ്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ഇന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇതാകെ 2 കാര്യങ്ങളാണ് കറക്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും, ഒരു മനുഷ്യന്റെ ഓക്സിജൻ ലെവല് കറക്റ്റ് ആകും എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു മനുഷ്യൻ മാറാൻ വേണ്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ഡിസോർഡറുകൾ ഓർഡറിലേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രകൃതിയുടെ ഒരു സത്യം, അല്ലെങ്കിൽ ആ ഒരു സയൻസ് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എനിവേ, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ആത്മാർത്ഥമായിട്ട് തുടക്കം മുതൽ ഈ സമയം വരെ ഈ സൂമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടും നമുക്ക് ഈ സൂം ധന്യമാക്കി തീർത്ത എല്ലാവരോടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തലാണ്. ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. ഇനിയുള്ള പ്രോഗ്രാമുകളിലെല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ കൃത്യമായ രീതിയിലേക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. പങ്കുവെക്കലുകൾ ഉണ്ടാവുക. കൂടുതൽ ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്താൽ താങ്ക് യു സാർ. താങ്ക് യു സാർ. Thank you, sir.